പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തില് വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി അരോമ ടി വിയിലെ അനുഗ്രഹീതമായ ജീവിതാനുഭവവും സാക്ഷ്യവുമായി സമയങ്ങൾ ചിലവഴിക്കുന്നതിന് ദൈവം ഒരുക്കി തന്ന നല്ല നിമിഷങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ നാൾ വഴികളെക്കുറിച്ചും നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന്, ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് കർത്താവിൽ ആദരണീയയായ സിസ്റ്റർ ക്രിസ്റ്റി സാം നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ നിങ്ങൾ ആദ്യാവസാനം സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക, കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേതെങ്കിലും ഒരു വാക്കായിരിക്കാം, ഒരു ഭാഗമായിരിക്കാം നിങ്ങളെ സ്പർശിക്കുന്നത്, സ്വാധീനിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണോടിയായി തീരും. ആകയാൽ നമുക്ക് കർത്താവിന്റെ ദാസിയെ സ്വാഗതം ചെയ്യാം. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് കർത്താവിന്റെ ദാസിയെ സിസ്റ്റർ ക്രിസ്റ്റി സാമിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. സിസ്റ്ററിനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് വളരെ നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്തു ചെയ്യുന്നു? എന്റെ സ്വദേശം പത്തനംതിട്ട വാളക്കുഴിയാണ്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്റെ സഹോദരിയുടെ ഭവനത്തിൽ നിന്നാണ്. ഇത് മൂവാറ്റുപുഴ വാളകം. എന്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ഈ 2023 ജനുവരി 4 പ്രിയമിച്ച കർത്താവിൽ ചേർക്കപ്പെട്ടു. ഞാൻ എൻ്റെ മകനോടൊപ്പം ആയിരിക്കുന്നു. മകൻ മെഡിക്കൽ എൻട്രൻസിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് പല ബ്രില്യന്റിൽ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സിസ്റ്ററിനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. കർത്താവ് ബലപ്പെടുത്തട്ടെ, തുടർന്ന് സംസാരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആകട്ടെ, കർത്താവിന്റെ ദാസിയുടെ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാലത്തെ നല്ല ഓർമ്മകൾ, ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാമോ? തീർച്ചയായും പറയാം. എൻ്റെ പിതാവ് പാസ്റ്റർ KT തോമസ്, എൻ്റെ മാതാവ് മോളി തോമസ്. എൻ്റെ പിതാവ് ഏകദേശം 50 വർഷത്തിലധികമായി കർത്താവിന്റെ വേലയിൽ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സഭാ ശുശ്രൂഷയിലായിരുന്നു. ഇപ്പോൾ താൻ ഏകദേശം 74 വയസ്സായിരിക്കുന്നു. ഭവനത്തിൽ വിശ്രമ ജീവിതത്തിലായിരിക്കുന്നു. എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. എൻ്റെ നേരെ ഇളയ സഹോദരി 2020 കോവിഡ് വന്ന് വളരെ അത്യാസന്ന നിലയിലായി. അവള് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. 2020 സെപ്റ്റംബർ 15-നാണ് അവളെ ഞങ്ങൾ വീട്ടിൽ കടന്നുപോയത്. അവളുടെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും മസ്കറ്റിലായിരിക്കുന്നു. എൻ്റെ ഏറ്റവും ഇളയ സഹോദരി കുടുംബമായിട്ട് 3 കുഞ്ഞുങ്ങളോടും ഹസ്ബൻഡിനോടും ഒരുമിച്ച് ഇവിടെ വാളകത്തായിരിക്കുന്നു. ആമേൻ. അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KT തോമസിന്റെ മകൾ, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ ഇടയായി തീർന്ന ഒരു ഭാഗ്യകരമായ ഒരു പശ്ചാത്തലം. അപ്പോൾ തന്നെ ജീവിതത്തില് വളരെ വില കൊടുത്ത് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന കർത്താവിന്റെ ദാസി ക്രിസ്റ്റി സാമിന്റെ ജീവിതത്തില് ഒത്തിരി ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവിന്റെ ദാസിക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി സംസാരിക്കാം. എന്റെ ബാല്യകാലം ഓർക്കുവാണെങ്കിൽ ഒരു ദേവദാസിന്റെ മകൾ എന്നുള്ള രീതിയിൽ എന്റെ ബാല്യം പാഴ്സനേജുകളിലും വാടക വീടുകളിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സുഹൃത്ത് ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവ് എനിക്ക് അനേക ദൈവമക്കളുടെ ദൈവസ്നേഹം അനുഭവിപ്പാനുള്ള ഭാഗ്യം നൽകി. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ തന്ന് കർത്താവിനെ വഴി നടത്തി. ബാല്യം മുതലേ കർത്താവിനെ ഭയപ്പെട്ട് ദൈവ വഴിയിൽ ജീവിപ്പാൻ എനിക്ക് ഭാഗ്യം നൽകി. വളരെ ഡിസിപ്ലിൻ ആയിട്ടാണ്
ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം 9 വയസ്സുള്ളപ്പോൾ എനിക്ക് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം എന്റെ 11ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. അതിനുശേഷം ഏകദേശം അനേക വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. എന്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. അങ്ങനെ ബാല്യകാലം എനിക്ക് ഏറ്റവും ഓർക്കാൻ എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാലമാണ്. അനേക അനുഭവങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരാധനയുടെയും അതുപോലെ കോട്ടേജ് മീറ്റിംഗ്, കൺവെൻഷനുകൾ, ഇങ്ങനെ മാതാപിതാക്കളോട് കൂടെ അവരോടൊപ്പം പോവുക, ആത്മീയ സന്തോഷം അനുഭവിച്ചുള്ള ഒരു ജീവിതമായിരുന്നു എന്റെ ബാല്യകാലം. ആ ഒരു 90s-ലെ 80s-ലെയും 90s-ലെയൊക്കെ അനുഭവം, ദൈവമക്കളുടെ വളരെ സ്നേഹം ഞാൻ എന്റെ ബാല്യത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ കഠിനമായ ഒരു പരിശോധനയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. എന്റെ 9ാമത്തെ വയസ്സിൽ ഞാൻ രോഗിയായിട്ട് തീർന്നു. എന്റെ ഈ 9 വയസ്സ് വരെയുള്ള ജീവിതം നല്ല ഓർമ്മകളാണ്. എന്റെ കൂട്ടുകാരുടെ കൂടെ കളിച്ച് ചിരിച്ച് എല്ലാ കുട്ടികളെ പോലെ, കുഞ്ഞുങ്ങളെ പോലെ ആ ബാല്യത്തിന്റെ നിഷ്കളങ്കമായിട്ടുള്ള ആ നല്ല കാലങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. എന്റെ മാതാപിതാക്കളുടെ ഏറ്റവും മൂത്ത മകൾ എന്നുള്ള രീതിയിൽ അവരുടെ പ്രതീക്ഷയെല്ലാം എന്റെ മേലായിരുന്നു. എന്റെ അക്കാഡമിക്കൊക്കെ വളരെ നല്ലതായിരുന്നു. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ എന്റെ ബാല്യത്തിൽ. എന്നാൽ ഏകദേശം 9 വയസ്സുള്ളപ്പോൾ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്, പെട്ടെന്ന് എനിക്ക് രോഗത്തിൻ്റെതായ ലക്ഷണങ്ങളൊക്കെ എന്റെ ശരീരത്ത് കാണിക്കുവാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് സാധാരണ ഒരു പനിയാണ് എന്റെ ശരീരത്തിൽ വന്നത്. പനി വരുമ്പം എങ്ങനെയാണ് മാതാപിതാക്കൾ ആദ്യമേ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ട് കാണിക്കും. അങ്ങനെ എന്നെ ഒരു ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചു. അദ്ദേഹം, ആ ഡോക്ടർ ഞങ്ങളുടെ ചർച്ചിലെ തന്നെ ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു. ആ അങ്കിളിന്റെ അടുത്താണ് എല്ലാ കാര്യങ്ങൾക്കും എന്റെ പിതാവ് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഹോമിയോ ഡോക്ടറുടെ അടുത്താണ് ആദ്യം എന്നെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം ഒരു 3-4 ദിവസം മെഡിസിൻ തന്നു. എങ്കിലും എന്റെ ഫീവർ കുറയുന്നില്ല. വളരെ ഹൈ ഫീവർ ആണ്. എന്ന് പറഞ്ഞാൽ രാത്രി സമയത്തൊക്കെ ഫിക്സ് വരുന്ന പോലെയുള്ള ഒരു ഹൈ ടെമ്പറേച്ചറിലാണ് എനിക്ക് പനി ഉണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കാം. ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എന്റെ ESR വളരെ കൂടുതലാണ്. ESR കൂടുതലായിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ആ ഒരു പ്രായത്തിൽ ചിൽഡ്രൻസിന്റെ സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റൽ എന്നെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുചെന്ന് എന്നെ വീണ്ടും അവിടെ ഉള്ള ഒരു ഡോക്ടർ, മെയിൻ ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹവും കണ്ടു ഇത് ESR വളരെ കൂടുതലാണ്. അന്നേരം അദ്ദേഹം അത് ഡയഗ്നോസ് ചെയ്തു, ഇത് റുമാറ്റിക് ഫീവർ ആണ്. റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞാൽ വാതരോഗം. എന്റെ ഈ പനിക്ക് ശേഷം, ഈ പനിയോട് കൂടെ തന്നെ എന്റെ ജോയിന്റിനെല്ലാം വേദനയായിരുന്നു. ശരീരത്തിന്റെ എല്ലാ ജോയിന്റിനും വേദന. രാവിലെ എഴുന്നേറ്റ് സ്വയമായിട്ട് പല്ല് തേക്കാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല, ഒന്നും സെൽഫായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ എന്റെ മാതാപിതാക്കൾ എന്നെ ശുശ്രൂഷിക്കേണ്ട ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയി. അങ്ങനെ ചില മാസങ്ങൾ ഇങ്ങനെ ആ ഒരു ശാരീരിക അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. ഈ ഡോക്ടറെ അടുത്ത് ചെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് റുമാറ്റിക് ഫീവർ ആണ്, ഒരു 1-2 ആഴ്ച അവിടെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം എനിക്ക് പെൻഡ്യൂർ ഇഞ്ചക്ഷൻ ഒക്കെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ മെഡിസിൻസ് ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചില മാസങ്ങൾ കടന്നു പോയെങ്കിലും എനിക്ക് ഈ ജോയിന്റ് പെയിൻ ഒന്നും കുറഞ്ഞില്ല. പനി കുറഞ്ഞു. എന്നാൽ ഞാൻ കഴിക്കുന്ന മെഡിസിൻസ് എനിക്ക് പലപ്പോഴും അത് ഇൻഫെക്ഷൻ, എനിക്ക് അലർജിക്കായി തീരാനായിട്ടിടയായി. അങ്ങനെ ഡോക്ടർ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് മാറി തരാനായിട്ടിടയായി. അങ്ങനെ എന്നെ ഒരു 2 ആഴ്ചക്ക് ശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതേ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോവാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്കൂളിൽ പോകുന്നത് വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ അവധി എടുക്കത്തില്ലായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ എഴുതിയ നോട്ട്ബുക്കൊക്കെ ആയിട്ട് എന്നെ കാണാനായിട്ട് വരും. അത്രയും അസുഖമായിരിക്കുന്ന സമയത്ത് ഞാൻ നോട്ട്സ് എല്ലാം പഠിക്കാൻ ശ്രമിക്കും. എങ്ങനെയെങ്കിലും എനിക്ക് എക്സാം എഴുതണം, എങ്ങനെയെങ്കിലും എന്റെ ഓരോ വർഷവും പഠനത്തിൽ എനിക്ക് മുന്നേറണം, അങ്ങനെയുള്ള ആഗ്രഹത്തിൽ എന്റെ പഠനത്തിൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ എനിക്ക് ഈ രോഗാവസ്ഥയിൽ ആ ഒരു പഠനത്തിലേക്ക് മുന്നേറുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഫൈനൽ എക്സാം മാത്രം ഞാൻ പോയി എഴുതുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. അങ്ങനെ എന്റെ 4, 5, 6, 7-ാം ക്ലാസ് വരെ 4 വർഷം ഞാൻ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ഇടയ്ക്ക്
എന്റെ ശാരീരിക അവസ്ഥകൾക്ക് അല്പം കുറവുണ്ടാവും, വേദനകൾക്ക് കുറവുണ്ടാവും. എന്നാൽ ഞാൻ റെഗുലർലി എനിക്ക് സ്കൂളിൽ കടന്നു പോകാനായിട്ട് പറ്റിയില്ല. ഞാനൊരു ബെഡേഡ് ആയിരുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിത്തീർന്നു. ഞാനിങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ, എന്റെ സമപ്രായത്തിലുള്ള കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുമ്പോൾ ഞാൻ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്റെ ആ ബാല്യത്തിന്റെ എല്ലാ സന്തോഷങ്ങളും കെട്ടുപോകുന്ന ഒരു അനുഭൂതി കൂടെ ഞാൻ കടന്നുപോയി. അങ്ങനെ എനിക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ ഇതൊന്നും എന്റെ ശരീരത്തിന്റെ അസുഖത്തിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. വളരെ ഹൃദയത്തിൽ നിഷ്കളങ്കമായിട്ട് ഞാൻ കർത്താവിനെ സ്നേഹിച്ചിരുന്നു, ദൈവവചനത്തിൽ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരു മനോഭാവത്തിലാണ് ഞാൻ ആ ഒരു ചെറിയ പ്രായത്തിലായിരുന്നത്. അങ്ങനെ 4 വർഷം എന്നെ വിട്ട് കടന്നുപോയി. ഞാൻ ഫൈനൽ എക്സാം പോയി എഴുതും. എന്റെ പപ്പ എന്നെ, അന്ന് പപ്പായ്ക്ക് ഒരു സൈക്കിളാണ് ഉണ്ടായിരുന്നത്, പപ്പ സൈക്കിളിൽ എന്നെ സ്കൂളിൽ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് എന്നെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് മടക്കി കൊണ്ടുവരും. അങ്ങനെ എന്റെ ആഗ്രഹങ്ങളോടൊക്കെ കൂടെ എന്റെ മാതാപിതാക്കൾ എന്റെ കൂടെ നിൽക്കുവാനായിട്ട് അവരാൽ കഴിയുന്നത് ശ്രമിച്ചു. ഇനി 4 വർഷക്കാലം എനിക്ക് ഹോമിയോ മെഡിസിന്, ആയുർവേദ മെഡിസിന്, ഇംഗ്ലീഷ് മെഡിസിന് എല്ലാം എനിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ റുമാറ്റിക് ഫീവർ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു 25 വയസ്സ് വരെ ഇതിന്റെ ചികിത്സ കണ്ടിന്യൂ ചെയ്യണമെന്നും ഹാർട്ടിന്റെ വാൽവിന് അത് പ്രയാസമുണ്ടായിത്തീരും, ഹോൾ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു ഇൻഫോർമേഷൻസ് പലരിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇതേ അസുഖത്തിൽ കൂടെ കടന്നു പോയവരൊക്കെ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞ ആ ഒരു സജഷൻ അനുസരിച്ച് എനിക്ക് വർഷങ്ങളോളം ആയുർവേദ മെഡിസിൻ ഒക്കെ ചെയ്യുകയുണ്ടായി. കഷായം ഒക്കെ അരച്ച് എന്നെ കഴിപ്പിക്കുന്ന ആ ഒരു കയ്പിന്റെ അനുഭവത്തിൽ കൂടെ ഒക്കെ ഞാൻ കടന്നുപോയി. ഇങ്ങനെ എന്റെ 4 വർഷങ്ങൾ കടന്നുപോയി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം 11-12 വയസ്സ് പ്രായമുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് എന്റെ റൈറ്റ് ലെഗില് ഒരു ട്യൂമർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ട്യൂമർ ഉണ്ടായി. ആ ട്യൂമർ ഉണ്ടാവുന്ന സമയത്ത് മുട്ടിന്റെ മേൽഭാഗത്തായിട്ടാണ്, അടിഭാഗത്തായിട്ടാണ്. അങ്ങനെ എനിക്ക് ഒട്ടും മുട്ടും മടക്കാൻ കഴിയില്ല, സ്ട്രെയിറ്റ് ആക്കാൻ പറ്റത്തില്ല. ആ ഒരേ പൊസിഷനിൽ തന്നെയായിരുന്നു എനിക്ക് കാല് വെക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിന്റെ അടുത്ത് എന്റെ പിതാവ് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മൾ ചിന്തിച്ചതുപോലെ റുമാറ്റിക് ഫീവർ അല്ല, ഇതെന്തോ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രയാസമാണ്, നമുക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എറണാകുളത്തുള്ള ഒരു അസ്ഥിയുടെ വിദഗ്ധനായ ഒരു ഡോക്ടറിനെ അദ്ദേഹം സജസ്റ്റ് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ എന്റെ പിതാവ്, മാതാവും എന്നെയും കൂട്ടിക്കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ കടന്നു പോകണം. അവിടെ കടന്നു ചെല്ലുമ്പോൾ അതിന് മുന്നേ തന്നെ എന്റെ ഈ കാലിലെ ട്യൂമർ അത് പൊട്ടിപ്പഴുത്ത് അതിൽ കൂടെ ബ്ലഡും പസ്സും ബോൺ പീസും ഒക്കെ കടന്നു വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ഒരു ലെമൺ സൈസിന്റെ അത്രയും വലുപ്പത്തിൽ ഈ ട്യൂമർ വളരുകയും ആ ട്യൂമറിൽ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ബ്ലഡും പസ്സും പാസ് ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഞാൻ ഭവനത്തിൽ തന്നെ, കാരണം ഒരു ദിവസം 2-3 പ്രാവശ്യം ഇത് ഡ്രസ്സ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് എന്റെ ഡോക്ടർ, അന്നേരം ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ എനിക്ക് അതിനുള്ള ഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള എല്ലാ മെഡിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അതെല്ലാം അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്റെ കാലിലെ ഡ്രസ്സ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു ബോൺ പീസ് പുറത്തു വരുമ്പോഴാണ് എന്റെ പാരന്റ്സ് മനസ്സിലാക്കുന്നത് ഇത് വളരെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ബോൺ പീസ് ഇങ്ങനെ അത് പഴുത്ത് ദ്രവിച്ച ഒരു അവസ്ഥയിൽ പുറത്തു വരുമ്പോൾ പെട്ടെന്ന് എന്റെ വീട് ഒരു മരണ വീട് പോലെ ആയിത്തീരുന്നു. എന്റെ മാതാവും പിതാവും എന്റെ അടുത്തിരുന്നിട്ട് അവർ ചിന്തിച്ചു എനിക്ക് ബോൺ ക്യാൻസർ ആണ്. അങ്ങനെ ഒരു ഭയത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. അങ്ങനെയാണ് എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും അദ്ദേഹം എന്നെ ബോണിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറിനെ റെക്കമെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്നെ കൊണ്ട് എന്റെ പിതാവ് ചെല്ലും. എന്റെ പിതാവ് മാത്രമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നത്. അവിടെ കടന്നു ചെല്ലുമ്പോഴത്തേക്കും എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്റെ കാലിന്റെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇത് ഒന്നും ചെയ്യാനില്ല, ഈ കാല് ആംപ്യൂട്ട് ചെയ്യേണ്ടി വരും, ഇത് കട്ട് ഓഫ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലുകളെല്ലാം ഒരു പൊള്ളയായ അവസ്ഥയിലേക്കായിരിക്കുകയാണ്, മുഴുവനും പഴുത്ത് ദ്രവിച്ച് ഒരു ട്യൂബ് പോലെ. അദ്ദേഹം എനിക്ക് വരച്ചിങ്ങനെ കാണിച്ചു, എന്റെ പിതാവിനും അദ്ദേഹം ഒരു പേജിൽ വരച്ച് കാണിച്ചു തരുവാണ്. മൊത്തം ഒരു ട്യൂബ് പോലെ ദ്രവിച്ചു തീർന്നിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ട് കാൽ ഒടിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായില്ല എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുവാണ്. കാരണം ഞാൻ കൂടുതലും ഒരു ബെഡേഡിലായിരുന്നു, അല്ലെ ബെഡേൽ ഇരിക്കുകയും പുറത്തോട്ടൊന്നും പോകുന്നില്ല, ഭവനത്തിൽ ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകാതിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്, ഇത് ഡോക്ടറും മടുക്കും രോഗിയും മടുക്കും, അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ആയിരിക്കും
ആയിരിക്കുന്ന അടുത്ത ഏകദേശം 5 വർഷക്കാലം ചികിത്സ ചെയ്യേണ്ടി വരും. എല്ലാ വർഷവും ഓരോ സർജറി വീതം ചെയ്യേണ്ടി വരും. അതും കംപ്ലീറ്റ് ആയിട്ട് ഈ ഇൻഫെക്ഷൻ മാറുമെന്ന് ഉറപ്പില്ല. ഇത് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം പഴുത്ത് ദ്രവിച്ച് ഇങ്ങനെ ഒരു ട്യൂമറായി വന്ന് അത് പോകത്തേ ഉള്ളൂ എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഡോക്ടറായിരുന്നു. അപ്പൊ എന്റെ പപ്പ പറഞ്ഞു, ഞാനൊരു സുവിശേഷകനാണ്, കർത്താവിന്റെ വേല വിശ്വാസത്താൽ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം, എന്റെ പിതാവ് പറഞ്ഞു, യോബിന്റെ ആ സ്റ്റോറി അത് പറഞ്ഞു തുടങ്ങി. ഭക്തനായ യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ കഠിനമായ പരിശോധനകളുടെ മധ്യത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചതും തന്റെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും കർത്താവിനെ പറയാത്ത ആ യോബിന്റെ അനുഭവത്തെ കുറിച്ച് താൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. കർത്താവ് ഞങ്ങൾക്ക് തന്നു, കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി അവളെ വളർത്തി ഇവിടം വരെ കൊണ്ടുവരാൻ. ഇനി ബാക്കിയുള്ളത് ദൈവത്തിന്റെ ഹിതം എന്താണോ അത് അവളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് എന്റെ പിതാവ് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഒരിക്കലും എന്റെ പപ്പ ഒരിക്കലും വിശ്വാസത്തിൽ പതറുന്ന ഞാൻ കണ്ടിട്ടില്ല. വളരെ തീവ്രമായി, അദ്ദേഹത്തെ പേഴ്സണലി അറിയാവുന്നവർക്കെല്ലാം അറിയാം, വളരെ വിശ്വാസത്തിൽ വളരെ തീവ്രമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ പിതാവ്. അദ്ദേഹം അന്ന് വളരെ കണ്ണുനീരോടെ ആ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഡോക്ടറിന്റെ മേൽ ബ്ലെയിം വരത്തില്ല. ഞാന് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞതനുസരിച്ച് എന്റെ മകളെ ഇത്രത്തോളം ചികിത്സിച്ചു, അവൾക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു. അതുകൊണ്ട് ഒരിക്കലും അത് ഡോക്ടേഴ്സിന്റെ മേൽ ഒരു ബ്ലെയിം വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ആദ്യത്തെ ഓപ്പറേഷൻ എനിക്ക് മെയിൻ ആയിട്ടുള്ള മേജർ സർജറി ആയിരുന്നു. ഒരു 9 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഓരോ വർഷങ്ങളായിട്ട് 4 സർജറിയിൽ കൂടെ, അതിനുശേഷം മൈനർ ആയിട്ടുള്ള സർജറിയിൽ കൂടെ ഞാൻ കടന്നുപോയി. അങ്ങനെ എന്റെ അനദർ 5 ഇയേഴ്സ് ഞാൻ ഈ ട്രീറ്റ്മെന്റിൽ കൂടെ കടന്നു പോകാനായിട്ട് ഇടയായി. ഈ ഹോസ്പിറ്റല് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലല്ല. വളരെ ഫിനാൻഷ്യലി ഒത്തിരി ചെലവാകുന്ന ഒരു ഹോസ്പിറ്റലാണ്. എന്നാൽ എന്റെ പപ്പ എന്നെയും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യാനോ ചികിത്സിക്കാനോ ഉള്ള യാതൊരു പണവും ഇല്ലായിരുന്നു. സാമ്പത്തികമായ യാതൊരു കഴിവും എന്റെ പപ്പയിൽ ഇല്ലായിരുന്നു. എന്നാൽ ആ ദിവസങ്ങളിലൊക്കെ അനേക ദൈവമക്കള് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇടയായി. അനേക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെ സാമ്പത്തികമായ ആ ദിവസങ്ങളിൽ സഹായിച്ചു. അങ്ങനെ ആ ചികിത്സ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ ഏകദേശം 17 വയസ്സായി. എനിക്ക് അപ്പോഴത്തേക്കും ഞാൻ പ്രീ ഡിഗ്രിയുടെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ഫൈനൽ എക്സാമിന് സെക്കൻഡ് ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്റെ ചികിത്സയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി. വളരെ വ്യത്യാസമായി. ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് പഠിക്കാൻ സാധിക്കും, ഞാൻ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് കംപ്ലീറ്റ്ലി എന്റെ ശരീരം സൗഖ്യമായിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ബോധത്തിൽ ഞാനിങ്ങനെ ആയിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് എന്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ അനേകർ എൻ്റെ അടുത്ത് വരുന്നു, ഒരു ദൈവമക്കളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നെ എൻകറേജ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആത്മീയ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും വ്യക്തിപരമായിട്ട് എനിക്ക് കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ ഇല്ലായിരുന്നു, എനിക്കൊരു അനുഭവം ഇല്ലായിരുന്നു. ഞാൻ ഈ പ്രീ ഡിഗ്രിയുടെ ഫൈനൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ കുട്ടികളും ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിച്ചു, അടുത്ത ഡിഗ്രി കോഴ്സിന് പോകണം, ഏതെങ്കിലും ഒരു കരിയർ ആയിട്ട് പഠിക്കാവുന്ന ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്ത് പഠിക്കണം, മുന്നോട്ട് എനിക്ക് ഒരു ജോലി ചെയ്യണം, ജോലി ചെയ്ത് എന്റെ മാതാപിതാക്കളെ സഹായിക്കണം എന്നുള്ള ഒരു മനസ്സ് ആയിരുന്നു. അപ്പോഴും ഇത്രയും ഞാൻ ഈ ഒരു 9 വർഷം ഈ രോഗത്തോട് ഞാൻ മല്ല് പിടിക്കുമ്പോഴും എന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഞാൻ കർത്താവിന്റെ വിലയിലായിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നല്ല. അനേക ദേവദാസന്മാരൊക്കെ കടന്നു വന്നിട്ട് കർത്താവിന്റെ ദൂത് എന്നോട് അറിയിക്കും, മോളെ നീ ഒരു സാക്ഷ്യമായി തീരേണ്ടതാണ്, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിന്റെ ജീവിതമായി തീരേണ്ടതാണ്, നീ ഒരിക്കലും ഒരു ജോലി ചെയ്ത് ഈ ലോകത്തിന്റെ പുറകെ പോകേണ്ടവളല്ലെന്ന് എന്നോട് പറയും. അന്നേരം ഞാൻ റിയൽ ലൈഫിൽ എന്റെ പിതാവും മാതാവും കടന്നു പോകുന്ന സ്ട്രഗിൾസ് എന്താണെന്ന് ഞാൻ നന്നായി കാണുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും കർത്താവിന്റെ വേല ഫുൾ ടൈം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഞാൻ എന്റെ പ്രീ ഡിഗ്രിക്ക് ഞാൻ ഫൈനൽ എക്സാമിന് തയ്യാറെടുക്കുന്ന സമയത്ത് വീണ്ടും എനിക്ക് ഈ കാലിൽ ട്യൂമർ വരികയാണ്. അപ്പോഴത്തേക്ക് എന്റെ ഏകദേശം ഈ ട്രീറ്റ്മെന്റ് എല്ലാം തീർന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി സർജറി ഒന്നും ചെയ്യാനില്ല, ഇനി ഉള്ള സ്ഥലങ്ങളെല്ലാം കാലിൽ വെയിനുള്ള സ്ഥലമാണ്, ഇവിടെ ഒന്നും സർജറി ചെയ്യാൻ പറ്റത്തില്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അത് കാല് പിന്നീട് പാരലൈസ് ആയി പോകാനോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനിട, അതുകൊണ്ട് ഇനി ഒരു ട്രീറ്റ്മെന്റും ഇല്ല എന്ന് എന്നോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ എന്റെ ഫയൽ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാണ് എന്നെ അവിടുന്ന് പറഞ്ഞു വിടുന്നത് ലാസ്റ്റ്. അപ്പൊ എനിക്ക് എന്റെ എല്ലാ മാനുഷികമായ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു.
ഈ ട്യൂമർ വന്നു കഴിഞ്ഞപ്പോ എന്റെ പിതാവും മാതാവും പറഞ്ഞു, മോളെ നീ ദൈവത്തിൽ ആശ്രയിച്ചെങ്കിലേ ഒരു വിടുതൽ നിനക്ക് പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മാതാപിതാക്കൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഡോക്ടേഴ്സ് ചെയ്യാവുന്ന എല്ലാം ചെയ്തു, നിനക്ക് ഇനി ഒരു മനസ്സൊരുക്കമാണ് ആവശ്യം. നീ കർത്താവിന്റെ സന്നിധി നിന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു നാളുകളാണ് നിന്റെ ജീവിതത്തിൽ ആവശ്യമെന്ന് പറഞ്ഞു. എപ്പോഴും അവരെനിക്ക്, എന്റെ മാതാപിതാക്കൾ, ഞാൻ പലപ്പോഴും ചിന്തിക്കും അവരില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധികൾക്ക് കടന്നു പോകുമായിരുന്നു ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അവരെപ്പോഴും എന്നെ ഇങ്ങനെ വചനത്തിൽ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നെ ആ ഒരു വേദനയുടെ കാഠിന്യവും പ്രയാസവും ഒക്കെ ഞാൻ അറിയാതിരുന്നത് എന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. അവരെന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. ഈവൻ ഒരു ഡോർ അടയ്ക്കുന്ന ശബ്ദം പോലും, ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ കഴിയത്തില്ലായിരുന്നു. അത്രമാത്രം വേദനയായിരുന്നു. ഈ ട്യൂമർ വരുന്ന സമയത്ത് ഞാൻ വളരെയധികം ഇറിറ്റേറ്റഡ് ആവും, വളരെ ദേഷ്യവും വളരെ ഇറിറ്റേറ്റിംഗ് ഒരു നേച്ചറാണ് ഞാൻ ആ സമയത്ത് കാണിക്കുന്നത്. ഇതെല്ലാം ഈ വേദനകളിൽ കൂടെ എല്ലാം കടന്നു പോകുമ്പോഴും ഞാൻ ഈ ട്യൂമർ വന്ന സമയത്ത്, ലാസ്റ്റ് ഈ ട്യൂമർ വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് ഇനി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. 9 വർഷമായി ഞാൻ ഈ ട്രീറ്റ്മെന്റിൽ കൂടെ കടന്നു പോകുന്നു. എന്റെ ബാല്യം അങ്ങനെ തീർന്നു, യൗവനവും അങ്ങനെ തീർന്നു. ഞാനിങ്ങനെ ഭവനത്തിൽ തന്നെയായിരിക്കും. എന്റെ സമപ്രായക്കാരെ പോലെ എനിക്ക് പഠിക്കുവാനോ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ടെത്തുവാനോ സാധിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ നിരാശപ്പെടുവാനായിട്ട് എന്റെ ഈ യൗവന പ്രായത്തിൽ 17, 16, 17, 18 ഈ പ്രായത്തിലൊക്കെ ഞാൻ ദൈവത്തോട് ചോദ്യങ്ങൾ, എന്റെ മാതാപിതാക്കളോട് ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇത്രയും കാലമായല്ലോ കർത്താവിനെ സേവിക്കുന്നത്. എന്റെ പിതാവ് ഒരു സുവിശേഷാത്മാവുള്ള ഒരു വ്യക്തിയാണ്. സഭാ ശുശ്രൂഷയേക്കാൾ ഉപരി താൻ ലഭിക്കുന്ന ഓരോ സമയവും പുറത്തുപോയി സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു ട്രാക്റ്റുമായിട്ട് രാവിലെ കടന്നുപോയി തന്റെ കൂടെയുള്ള സഹപ്രവർത്തകരുമായി ട്രാക്റ്റുമായി കടന്ന് സുവിശേഷം പറയുന്ന വ്യക്തി. അനേക ആത്മാക്കളെ നേടുവാൻ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അനേക ജീവിതങ്ങളെ വിടുതലിന് കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ മുന്നിൽ വന്ന ചോദ്യം, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കുന്നില്ല? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം സംഭവിക്കുന്നില്ല? നീണ്ട ഈ 9 വർഷം കൊണ്ട് ഞാൻ ഏകദേശം ഒത്തിരി ഞാൻ റിബല്യസ് ആയിരുന്നു. ഞാൻ വളരെയധികം കർത്താവിന്റെ സന്നിധിയിൽ റിബല്യസ് മൈൻഡോടെയാണ് ആയിരുന്നത്. എന്നാൽ ഞാൻ വ്യക്തിപരമായിട്ടൊക്കെ ദൈവചനം വായിക്കും, ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കും കർത്താവ് എന്നോട് എന്താണ് സംസാരിക്കുന്നതെന്ന്. അങ്ങനെ എന്റെ മാതാപിതാക്കൾ ഭവനത്തിൽ ഇല്ലാത്ത സമയത്ത് ഞാൻ മുറിക്കകത്തിരുന്ന് റൂം അടച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കർത്താവിനോട് ഉറക്കെ വിളിച്ചു പറയും, കർത്താവെ നീ സത്യമായ ദൈവമെങ്കിൽ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ യഹോവേ നീ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം. കർത്താവെ എന്നെ സൗഖ്യമാക്കണം, എന്നെ വിടുവിക്കണം. ഇങ്ങനെ ഞാൻ കരയുമായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും എനിക്കൊരു മാറ്റവും ഉണ്ടാവത്തില്ലായിരുന്നു. അങ്ങനെ ഒരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ എന്റെ ഭവനത്തിൽ ക്രമീകരിക്കുകയുണ്ടായി. എന്റെ പിതാവ് എനിക്ക് ഒരു വിടുതലിന് വേണ്ടിയാണ് അങ്ങനെ ഒരു 3 ദിവസത്തെ മീറ്റിംഗ് ക്രമീകരിക്കാനായിട്ട് ഇടയായത്. അങ്ങനെ ആദ്യത്തെ 2 ദിവസം കർത്താവിന്റെ ഒരു ശുശ്രൂഷ, അഭിഷിക്തനായ ഒരു ദേവദാസൻ കടന്നു വന്ന് അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. അന്ന് കടന്നു വന്നവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നു, കർത്താവിന്റെ ആലോചന പ്രാപിക്കുന്നു, വിടുതൽ ഏറ്റെടുത്തുകൊണ്ട് മടങ്ങിപ്പോന്നു. എന്നാൽ എനിക്ക് ഒരു ആലോചന കേൾക്കാനോ ഒരു വിടുതൽ നേടാനോ സാധിച്ചില്ല. ഞാൻ വളരെ നിരാശപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് ആ ദിവസം. അങ്ങനെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വളരെ പ്രതീക്ഷയോടെ കർത്താവിനെ സൗഖ്യമാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ ദൈവസന്നിധിയിൽ ആയിരുന്നത്. ആ 3-ാമത്തെ ദിവസം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ലാസ്റ്റ് ഡേ ആണ്, ഇന്ന് കർത്താവിനെ സൗഖ്യമാക്കും, ഞാൻ വിടുതൽ നേടും, കർത്താവിനെ സൗഖ്യമാക്കും എന്നുള്ള വളരെ ആ ഒരു ശുഭപ്രതീക്ഷയോടാണ് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നത്. പക്ഷെ അന്ന് എന്തോ ഒരു കാരണത്താൽ കർത്താവിന്റെ ദാസൻ കടന്നു വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ബൈക്കിന് എന്തോ ഒരു പ്രയാസം ഉണ്ടായിട്ട് ആ മീറ്റിംഗിന് കടന്നു വരില്ല എന്ന് അറിയിക്കുകയുണ്ടായി. ഞാൻ ചിന്തിച്ചു, കർത്താവിന്റെ അവസാന പ്രതീക്ഷയും തീർന്നല്ലോ, ഞാൻ എങ്ങനെ വിടുതൽ നേടും, എങ്ങനെ സൗഖ്യം നേടും എന്നൊക്കെ ഞാൻ ഭാരപ്പെട്ടു. എന്നാൽ ഈ ആരാധന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ, കർത്താവെ നീ എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്, കർത്താവെ അങ്ങ് ക്രൂശിൽ മരിച്ചത് പാപത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മാത്രമല്ല, കർത്താവെ അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്കുള്ള സൗഖ്യത്തിന് ആസ്വത്രം. ഞാൻ ഇങ്ങനെ ആ ചെറുപ്പം മുതലേ, ബാല്യം മുതലേ കേട്ടിട്ടുള്ള വചനങ്ങൾ, എന്റെ പിതാവിൽ നിന്നും അനേക ദേവദാസന്മാരിൽ നിന്നും കേട്ടിട്ടുള്ള വചനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ വേറൊരു ആത്മലോകത്തിലേക്ക് ഞാൻ ഇങ്ങനെ ആയിക്കൊണ്ട് പരിസരം മറന്ന് ഞാൻ കർത്താവിനെ ആരാധിക്കുകയാണ്. അന്ന് ഞാൻ ആരാധിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിന്റെ
എന്റെ ഈ രോഗബന്ധനം അഴിയുകയാണ്. ഞാൻ കംപ്ലീറ്റ്ലി സൗഖ്യം പ്രാപിച്ചവളായിട്ട് തീർന്നു. അന്ന് എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്നൊരു പുതിയ വ്യക്തിയായിട്ട് തീർന്നു കംപ്ലീറ്റ്ലി. എനിക്ക് ശരിക്കും നടക്കാൻ കഴിയാൻ പറ്റാഞ്ഞ, ശരിക്കും മുട്ട് നിവർത്താനോ മുട്ട് മടക്കുവാനോ ഒന്നും കഴിയാതെ, ശരിക്കും എനിക്ക് സ്റ്റെപ്പ് കയറാൻ സാധിക്കത്തില്ലായിരുന്നു. എനിക്ക് ഞാനൊരു മുടന്തനെ പോലാണ് നടന്നത്. എന്നെ നടക്കുന്നവർ കണ്ടാൽ അറിയാം ഈ കുട്ടിക്ക് കാലിന് എന്തോ പ്രയാസമുള്ള ആളാണ്. അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് കംപ്ലീറ്റ് എന്നെ സ്വതന്ത്രയാക്കി എന്നുള്ളതാണ്. ഞാൻ കർത്താവിനെ നൃത്തം ചെയ്ത് അന്ന് രാത്രികാലം കർത്താവിനെ ആരാധിച്ചു. കർത്താവിന്റെ ആ ടച്ച്, ഒരു തേജസ്സിന്റെ അനുഭവം, പരിശുദ്ധാത്മാവ് അഭിഷേകം ഞാൻ പ്രാപിച്ചു കർത്താവിനെ ആരാധിക്കാനായിട്ട്. അന്നാണ് ക്രിസ്റ്റിയുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിക്കുന്നത്. അന്നാണ് അച്ചിര്യമായി ഞാൻ എന്റെ കർത്താവ് എന്റെ സൗഖ്യദായകനാണ്, കർത്താവിന്റെ രക്ഷകൻ മാത്രമല്ല സൗഖ്യദായകനാണെന്ന് കൂടെ ഞാൻ രുചിച്ചറിയുവാനായിട്ടിടയായത്. അന്ന് എന്റെ മിനിസ്ട്രി തുടങ്ങിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ ഈ 43-ാമത്തെ വയസ്സ് വരെയും എന്റെ കർത്താവിനെ ലഭിക്കുന്ന ഓരോ അവസരങ്ങളിൽ സാക്ഷിക്കുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തിനായി എന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഈ സൗഖ്യം പ്രാപിച്ചതിന് ശേഷമാണ് ഒരു കുഞ്ഞ് നടക്കുന്നത് പോലെ ഞാൻ എന്റെ ജീവിതത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കാൻ ശീലിക്കുകയാണ്. ഞാൻ വീടിന് പുറത്തു പോയിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ എന്റെ മാതാപിതാക്കളുടെ സഹായത്തോടെ ജീവിതത്തിൽ പടിപടിയായിട്ട് ജീവിതത്തിൽ ഓരോ ഓരോ ഘട്ടങ്ങൾ കടക്കും കർത്താവിനെ സഹായിച്ചു. ഞാൻ ദൈവജനം പഠിക്കാനായിട്ട് കടന്നുപോയി. 3 വർഷത്തെ തിയോളജിക്കൽ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവിനെ സഹായിച്ചു. എനിക്ക് പിന്നെ അതിനുശേഷം ഇന്ന് വരെ ഞാൻ ആ ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടില്ല. ഞാൻ ഒരിക്കലും രോഗിയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. കർത്താവ് അങ്ങനെയാണ് നമ്മളെ സൗഖ്യമാക്കുമ്പോൾ നമുക്ക് എങ്ങനെ കർത്താവ് നമ്മളെ സൃഷ്ടിച്ച നാളുകളിലെ പോലുള്ള ഒരു പുതുക്കമാണ് കർത്താവ് നമുക്ക് തരുന്നത്. ഞാനൊരു അത്ഭുത സാക്ഷിയായി ഇന്നും ദൈവമക്കളുടെ മധ്യേ, ഈ ലോകത്തിന്റെ മധ്യേ ഞാൻ ആയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനം പഠിച്ചതിന് ശേഷം ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു. എന്റെ ആഗ്രഹം വടക്കേണ്ടിയിൽ പോയി കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ളതായിരുന്നു. വടക്കേണ്ടിയെ കുറിച്ചുള്ള ഇങ്ങനെ സുവനീറുകളൊക്കെ ഞാൻ ആ പ്രായത്തിൽ വായിക്കുമായിരുന്നു, എന്റെ ഭവനത്തിൽ വന്ന് കിടക്കുന്നു. അങ്ങനെ ഞാൻ വായിക്കുമ്പോഴൊക്കെ ഈ ഓരോ മിസ്റ്ററിമാര് കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുന്ന അനുഭവങ്ങളിലൊക്കെ ഞാൻ വളരെയധികം ഉത്സാഹമുള്ളവളായിരുന്നു. അങ്ങനെ എന്റെ ഭവനത്തിൽ വരുമ്പോഴാണെങ്കിൽ എന്റെ സമപ്രായത്തിലുള്ള സഹോദരിമാരോട് ഒരുമിച്ച് ഞാൻ ഔട്ട്റീച്ച് മിനിസ്ട്രിക്കൊക്കെ കടന്നു പോകുമായിരുന്നു. ഞാൻ എന്റെ ഈ സാക്ഷ്യം പറയുമ്പോൾ അത് അനേക ജീവിതങ്ങളെ സ്വാധീനിക്കുന്നതും അവർക്ക് അവരുടെ ഹൃദയത്തിൽ കർത്താവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതും ഒക്കെ ഞാൻ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പൊ എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, മോളെ നീ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നു, ഒന്നുകൂടി ചിന്തിച്ചിട്ട് മതി, നിനക്ക് ഇവിടെ മിനിസ്റ്റർ ചെയ്താൽ പോരെ, എന്റെ കൂടെ നിനക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം വടക്കേന്ത്യയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ടൊക്കെയാണ് എന്റെ പിതാവ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് അങ്ങനെ ഒരു ആലോചന പ്രാപിച്ചുകൊണ്ട് ഞാൻ എന്റെ തിയോളജിക്കൽ സ്റ്റഡീസ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ആയിട്ട് ജാർഖണ്ഡിലാണ് കടന്നു പോകുന്നത്. അവിടെ എന്നെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചു. ഒരു ഗേൾസിന്റെ ബൈബിൾ ട്രെയിനിങ് സെന്ററിൽ ഒരു വേദ അധ്യാപികയായിട്ട് അവിടെ വർക്ക് ചെയ്യാനും വാർഡനായി വർക്ക് ചെയ്യാനും ഒക്കെ കർത്താവിനെ സഹായിച്ചു. എന്റെ ശരീരത്തിന് മേൽക്കുമേൽ കർത്താവ് നഷ്ടപ്പെട്ടു പോയ ഓജസ്സും തേജസ്സും ഒക്കെ തന്നു. ഈ 9 വർഷം ഉണ്ടല്ലോ ഞാൻ കടന്നുപോയ ആ കാലയളവിൽ എന്നെ കണ്ടാൽ ആരും തിരിച്ചറിയത്തില്ലായിരുന്നു. എന്റെ ശരീരത്തിന്റെ എല്ലാ ബലവും നഷ്ടപ്പെട്ട് കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു അസ്ഥിരൂപം മാത്രമായിരുന്ന ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ കർത്താവ് എന്റെ മേലിലേക്ക്, കർത്താവ് ആ പുതിയ ഒരു ഹീലിംഗ് എന്നിലേക്ക് വന്നപ്പോൾ, ഒരു പുതുജീവൻ എനിക്ക് തന്നപ്പോൾ വീണ്ടും എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യവും ബലവും ഓജസ്സും ഒക്കെ ഞാൻ പ്രാപിക്കാൻ ഇടയായി. അങ്ങനെ ശക്തമായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയായി. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒറ്റയ്ക്ക് ശുശ്രൂഷ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചിങ് ആണ്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്കൊരു ജീവിത പങ്കാളിയെ വേണം, എന്റെ ശാരീരികമായ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിയായിരിക്കണം, അതുപോലെ തന്നെ കർത്താവിന്റെ വേലയിൽ വളരെയധികം ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരിക്കും, കർത്താവിന്റെ വേലയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2003 എന്റെ വിവാഹം പാസ്റ്റർ സാംസിസ് ജോർജുമായിട്ട് നടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു. വിവാഹം നടന്നതിന് ശേഷം ഞങ്ങൾ ഏകദേശം ഒരാഴ്ചയോളം
നാട്ടിലുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ പോകുന്നത് നോർത്ത് ഇന്ത്യയിലേക്കാണ്, മിഷൻ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ആദ്യം ജമ്മു കാശ്മീരിലായിരുന്നു. അവിടെ ഒരു വർഷത്തോളം അവിടുത്തെ ബൈബിൾ ട്രെയിനിങ് സെന്ററിൽ, അവിടെ GFIയുടെ ബൈബിൾ ട്രെയിനിങ് സെന്ററിൽ അവിടുത്തെ ആ സെക്ഷന്റെ കോർഡിനേറ്റർ ആയിട്ട് എന്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇടയായി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. ആത്മീയമായ അനുഭവങ്ങളിൽ കൂടെ കർത്താവ് ഞങ്ങളെ വഴി നടത്തി. അനേക ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കാനായിട്ട് തുടങ്ങി. അനേക ഓർഗനൈസേഷന്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുവാനായിട്ട്, അങ്ങനെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഒരു വർഷം ഞങ്ങൾ GFIയുടെ കൂടെ ജമ്മു കാശ്മീരിലായിരുന്നു. അതിനുശേഷം വെസ്റ്റ് ബംഗാളിൽ ഒരു വർഷം കർത്താവിന്റെ വേലയിലായിരിക്കാൻ ഇടയായി. എന്നാൽ ഏറ്റവും കൂടുതൽ സമയം ഞങ്ങൾ പ്രവർത്തിച്ചത് പഞ്ചാബിലാണ്. ഏകദേശം 16 വർഷക്കാലം ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ അവിടെ ഇടയായി. കൂടുതൽ സമയം ബൈബിൾ കോളേജ് മിനിസ്ട്രിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. യൗവനക്കാരായിട്ടുള്ള സുശേഷകരെ വാർത്തെടുക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷയെ പ്രയോജനപ്പെടുത്തി. എന്റെ ഹസ്ബൻഡ് കൂടുതലും കോർഡിനേറ്റിങ്, ബൈബിൾ കോളേജിന്റെ കോർഡിനേറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടീച്ചിങ്, അങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറെ വർഷക്കാലം, ഏകദേശം 16 വർഷക്കാലം ഞങ്ങള് ബൈബിൾ കോളേജിന്റെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ടുള്ള ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചു. ഈ ഒരു ബൗണ്ടറി വിട്ട്, ഈ ബൈബിൾ കോളേജിന്റെ ആ ഒരു മതിൽക്കെട്ട് വിട്ട് പുറത്തോട്ടിറങ്ങി സ്വതന്ത്രമായി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ നൽകി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫിറോസ്പൂരിൽ കടന്നു വന്നതിന് ശേഷം, ഞങ്ങൾ 2015 ഫിറോസ്പൂരിൽ കടന്നു ചെല്ലുന്നത്. അവിടെ ഞങ്ങൾ 2016 സ്വതന്ത്രമായിട്ട് ഒരു മിനിസ്ട്രിയിലേക്ക് ഇറങ്ങുവാനായിട്ടിടെ ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തതുപോലെ ഒരു വാടക വീടെടുത്ത്, ഒന്നുമില്ലാതെ, ഞങ്ങൾ കിടക്കാൻ പോലും കട്ടില് പോലും ഇല്ലാതാണ് ഞങ്ങൾ ഒരു വാടക വീട് അവിടെ താമസിക്കാനായിട്ട് എടുക്കുന്നത്. അങ്ങനെ പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ ഞങ്ങൾക്ക് കുടുംബമായി കടന്നുപോയി കർത്താവിനെ സാക്ഷിപ്പാനിടയായി, സുവിശേഷം പറയുവാനിടയായി. ഒരു 30 പേരുള്ള ഗ്യാതറിംഗ് മുതൽ ഒരു 100 പേര് കൂടുന്ന ഗ്യാതറിംഗിലൊക്കെ പോയി കർത്താവിനെ സാക്ഷിപ്പാനായിട്ട് കർത്താവിനെ സഹായിച്ചു. അവിടെ ഒക്കെ അനേക പേര് കർത്താവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവസഭയോട് ചേരുന്നതൊക്കെ കാണുവാനായിട്ട് ഇടയായി. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഒരു 6 വർഷക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയത്തിന് പൂർണ്ണ സംതൃപ്തി കിട്ടുന്ന ഒരു മിനിസ്ട്രി ഞങ്ങൾ ചെയ്തത്. കാരണം കർത്താവ് ചെയ്തതുപോലെ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, അവരുടെ നിലവാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിപ്പാനും അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിപ്പാനും ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യാനും കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി. അങ്ങനെ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു 20 വർഷക്കാലം ഞങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ ഒരു സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഓരോ മൂമെന്റും ഞങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇതൊക്കെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അവസരമാണ്, കൃപയാണ്. കർത്താവ് നൽകിയ ഓരോ അവസരങ്ങളും ഞങ്ങൾ വൃഥാവാക്കാതെ വേണം കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ടിടെ. എന്നാൽ ഈ 2023 ജനുവരിയിലാണ് എന്റെ പ്രിയപ്പെട്ടവൻ അഗസ്ത്യമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ശാരീരികമായ പ്രയാസങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. വളരെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരാളായിരുന്നു. കളിക്കുകയും ക്രിക്കറ്റ് കളിക്കുകയും ബാഡ്മിന്റൺ കളിക്കുകയും അങ്ങനെ ഹെൽത്ത് ഒക്കെ വളരെ നന്നായി കീപ്പ് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം ഫുഡി ആയിരുന്നെങ്കിൽ പോലും ആഹാരമൊക്കെ വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. എന്നാൽ നോർത്ത് ഇന്ത്യയിലെ അവിടുത്തെ ആഹാര രീതികളൊക്കെ നമ്മളിൽ നിന്ന് വ്യത്യാസമുള്ളതാണല്ലോ. അവിടെ ഡാലും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ, അങ്ങനെയുള്ള ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കുമ്പോൾ പലപ്പോഴും തനിക്ക് അസിഡിറ്റി ഉണ്ടാവാറുണ്ട്, ഗ്യാസ്ട്രിക്കിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ അതൊന്നും വളരെ സീരിയസ് ആയിട്ടൊന്നും എടുക്കാറില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ഗ്യാസ്ട്രിക്കിന്റെ ടാബ്ലറ്റ് എടുക്കും, 2 ദിവസം കൊണ്ട് അങ്ങ് ഓക്കെ ആവും. അങ്ങനെ എപ്പോഴും എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ഒക്കെ സ്tomach അപ്സെറ്റ് ആവാറുണ്ട്. അത്രയും ഞങ്ങൾ എപ്പോഴും കരുതിയിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു പ്രയാസം പെട്ടെന്നാണ് ഉണ്ടാവുന്നത്. തനിക്ക് പെട്ടെന്നൊരു അസിഡിറ്റി പോലെ തോന്നുന്നു. എന്നോട് പറഞ്ഞു. 1-ാം തീയതി ഞങ്ങളുടെ ന്യൂ ഇയറിന്റെ മീറ്റിംഗ് ആയിരുന്നു. സൺഡേയിൽ ഞങ്ങളുടെ ചർച്ച് ഗ്യാതറിംഗ് എല്ലാവരും കൂടി വന്ന് ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച്, അവിടുത്തെ ഒരു സിസ്റ്റമാണ് വരുന്നവർക്കെല്ലാം ആഹാരം കൊടുക്കുക എന്നുള്ളത്. അവർക്കെല്ലാം ആഹാരം കൊടുത്തപ്പോ ഞാനും
എന്റെ പ്രിയപ്പെട്ടു കർത്താവിന്റെ ദാസനും ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റ് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് എന്നെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാവുന്നൊക്കെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് വേലയ്ക്കായിട്ട് ഇറങ്ങും. ഒരു 10-11 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ബൈക്കുമായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു പോകാനായിട്ട് ഇടയാവും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഭവനത്തിലേക്ക് കടന്നു വരും. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു ചെറിയ ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ടായിരുന്നു. കാരണം മിനിസ്ട്രിയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് എന്റേതായ ഒരു ഇൻകം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഒരു 10-20 കുട്ടികൾ ഓരോ സീസണിലായിട്ടാണ് സ്റ്റുഡൻസ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഈവനിങ് ടൈമിൽ ഞാൻ ട്യൂഷൻ സെന്റർ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണ് ഞങ്ങളുടെ ഓരോ ദിവസവും ഒരു ബിസി ഷെഡ്യൂൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ 1-ാം തീയതി അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കർത്താവിൽ ഒത്തിരി സന്തോഷിച്ചു. 2-ാം തീയതി അദ്ദേഹത്തിന് ഈവനിങ്ങിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി താൻ അതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം തയ്യാറാക്കി ഞാനും കൂടി ഇരുന്ന് എന്നെയും കൂടെ വായിച്ച് കേൾപ്പിച്ച് ആ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന അച്ഛനായിരുന്നു. അങ്ങനെ അദ്ദേഹം അതിനെല്ലാം പ്രിപ്പയർ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇച്ചിരി റൊട്ടിയും ഉണ്ടാക്കി, ഡാലും ഉണ്ടാക്കി, കൂടെ ചിക്കനും ഒക്കെ ഉണ്ടാക്കി. തണുപ്പിന്റെ സീസൺ ആയതുകൊണ്ട്, ജനുവരി ആയതുകൊണ്ട് സ്വല്പം നോൺ വെജ് ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ഇത് അദ്ദേഹത്തിന് കഴിക്കാനായിട്ട് കൊടുത്തു ചൂടോടെ. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞ് താന് പെട്ടെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് നെഞ്ചിരിച്ചിൽ പോലെ തോന്നുന്നു, എനിക്ക് അസിഡിറ്റി പോലെ തോന്നുന്നു, ചൂടുവെള്ളം ജീരവെള്ളം തിളപ്പിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് സ്വല്പം വെള്ളം ചൂടാക്കി കൊടുത്തു. വെള്ളം കുടിച്ചു. കുറച്ച് ഗ്യാസ് ഒക്കെ ഇങ്ങനെ എമ്പക്കം പോലെയൊക്കെ ഇങ്ങനെ പോയി. എന്നോട് പറഞ്ഞു ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ 2-ാം തീയതി ഈവനിങ് അങ്ങനെ പോയി. 3-ാം തീയതി അദ്ദേഹത്തിന് ഇങ്ങനെ അസിഡിറ്റിയുടെ പ്രയാസം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഞാൻ പുറത്ത് ക്ലിനിക്കിൽ പോയി ഞാൻ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കഴിച്ചു. ബ്രെഡാണ് കഴിച്ചത്, ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചത്. അന്നും അങ്ങനെ കടന്നുപോയി. രാത്രിയിൽ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഒത്തിരി രാത്രിയിൽ ഉറക്കൊന്നും ശരിയായില്ല. ഇടയ്ക്കെല്ലാം ഞാൻ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു, വെള്ളം ചൂടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന അദ്ദേഹം ഇങ്ങനെ ഇരിക്കുവാണ് ബെഡിൽ. എന്നോട് പറഞ്ഞു, ക്രിസ്റ്റി എനിക്ക് ഭയങ്കര പ്രയാസം തോന്നുന്നു, എന്തോ ഭയങ്കര പ്രയാസം തോന്നുന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൊ മോൻ അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുക. അവനെ വിളിച്ചു. മോൻ പെട്ടെന്ന് അടുത്തുള്ള നെയ്ബേഴ്സിനെ എല്ലാം വിളിച്ചു. ഞാൻ ഫോൺ വിളിക്കുന്നു. അപ്പോഴത്തേക്കും ആ ഒരു ഒറ്റ സെക്കൻഡിനുള്ളിൽ തന്നെ ബ്ലഡ് ഒമിറ്റ് ചെയ്ത് പെട്ടെന്ന് ഒരു മരണപ്രാളം പോലൊക്കെ കാണിച്ച് എന്റെ ദേഹത്തോട്ട് ഇങ്ങനെ വീഴുവാണ് ചെയ്യുന്നത്. ആ ഒരു സെക്കൻഡ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വന്ന് ഞാൻ ഒരു ജീവച്ഛവം പോലെ ആവുകയാണ്. പെട്ടെന്ന് അടുത്തുള്ളവരെല്ലാം വന്നു. അവര് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവര് ഡെത്ത് കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സെക്കൻഡില് ഞാൻ കടന്നുപോയ മാനസിക പ്രയാസം, എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് അറിയത്തില്ല. അന്യദേശത്ത് ആരുമില്ല. അവിടെ ഉള്ള എല്ലാ ലോക്കൽസ് ഹിന്ദിക്കാര്, പഞ്ചാബികളായിട്ടുള്ള ആളുകളാണ്. ഒരു മലയാളി കുടുംബങ്ങൾ ആരുമില്ല. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ കൾച്ചർ അവരിൽ നിന്ന് വ്യത്യാസമാണ്. അവർ അവരുടേതായ രീതിയിൽ അത് അടുത്ത കാര്യങ്ങൾക്ക് ചെയ്യുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചണ്ഡീഗഡിലുള്ള ഞങ്ങളുടെ 2 സുഹൃത്തുക്കൾ, ഒരു കുടുംബമായി കർത്താവിന്റെ ദാസന്മാരാണ്. പെട്ടെന്ന് കടന്നു വന്നു. അവിടെ നിന്ന് ഒരു 3-4 മണിക്കൂർ ജേർണിയാണ്. ആ ഒരു സമയം വരെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വേണം ഞാനിങ്ങനെ ആയിരിക്കുകയാണ്. സംസാരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാതെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഇന്നലെ വരെ അല്ലെങ്കിൽ ആ ഒരു മൂമെന്റ് വരെ ആക്റ്റീവായിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല. എങ്ങനെ ഇത് സംഭവിച്ചത്, യാഥാർത്ഥ്യമാണോ എന്ന് പോലും എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. അതിനുശേഷം ഞങ്ങളുടെ ഈ സഹോദരന്മാർ കടന്നു വന്നതിന് ശേഷം അവരാണ് ബാക്കിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല. ഞാനൊന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുവാണ്. അവിടുന്ന് ഈ അറേഞ്ച്മെന്റ് എല്ലാം ആംബുലൻസിൽ കൊണ്ടുവന്ന് നാട്ടിലേക്ക് ഈ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഫ്യൂണറൽ നടത്തുവാനായിട്ട് അവർ തീരുമാനിച്ചു. ഞങ്ങളുടെ മാതാപിതാക്കൾ 2 വീട്ടിലും അവർ വാർദ്ധക്യത്തിലായിരിക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ കടന്നു വരാനായിട്ട് ഞങ്ങളുടെ അടുത്ത് കടന്നു വരുവാൻ സാധിക്കത്തില്ല. അങ്ങനെ എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നത് ഫാമിലിയും ഈ ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം കൂടെ ചേർന്നാണ്. ഈ 5 മണിക്ക്, ഈ ഈവനിങ്ങിൽ 5 മണിക്ക് ഞങ്ങൾ ആംബുലൻസിൽ നിന്ന്
ഫിറോസ്പൂരിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് ഏർലി മോർണിംഗ് ഒരു 2 o'clock ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഡൽഹിയിൽ ചെന്നെത്തുന്നത്. ഈ അതുവരെ ഈ ഈ അച്ഛന്റെ ഈ ഭൗതിക ശരീരം ആംബുലൻസിൽ ഇരുന്നിട്ട് ഞാനും കുഞ്ഞു ഞങ്ങൾ ഇട്ട വേഷത്തിലാണ് മോന്. ഞാൻ വീട്ടിലെ ഡ്രസ്സ് ആയിരുന്നുകൊണ്ട് അത് മാറ്റി എന്റെ ഡ്രസ്സ് മാറാനായിട്ട് എന്റെ സഹോദരന്മാരെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഞാനും അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഈ ഇത്രയും മണിക്കൂർ ഏകദേശം 9 മണിക്കൂറോളം ഞാൻ ആംബുലൻസിൽ, അത് ഏറ്റവും കഠിനമായ തണുപ്പാണ്, ഫോഗാണ്. ആ ഒരു വശം ഈ 2023 തണുപ്പ് എന്ന് പറയുന്ന എക്സ്ട്രീം തണുപ്പായിരുന്നു. ഞങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു തണുപ്പായിരുന്നു. പലപ്പോഴും ഞങ്ങൾ മിഷൻ സ്റ്റേഷനിൽ ആ ഒരു ഡിസംബർ 20-നൊക്കെ ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പോയിട്ട് തിരിച്ചു വരാൻ കഴിയാതെ അവരുടെ ഭവനത്തിൽ ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ വന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ആംബുലൻസിൽ ഇരുന്ന് കുറച്ചങ്ങോട്ട് പോയി ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ റോഡ് കാണാൻ കഴിയുന്നില്ല, മുഴുവൻ ഫോഗാണ്. ഞാന് ഇങ്ങനെ ഇരിക്കുവാണ് അടുത്ത്, എനിക്ക് ഒരു ജീവച്ഛവത്തെ പോലെ ഇരിക്കുവാണ്. ഞാൻ അച്ഛന്റെ മുഖത്തോട്ട് നോക്കി, എനിക്ക് കാണാം ആ വൈറ്റ് ക്ലോത്തിലെല്ലാം ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഞാനും എന്റെ കുഞ്ഞ് എന്നെ ഇങ്ങനെ മുറുക്ക ഇങ്ങനെ പിടിച്ച് കയ്യെ പിടിച്ച് അമ്മ ബലപ്പെട്ടിരിക്കുക, എന്നെ അവനിങ്ങനെ അവനാൽ അറിയാവുന്ന പോലൊക്കെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഏർലി മോർണിംഗ് ടൈമിലാണ് ഞങ്ങൾ ഡൽഹിയിൽ എത്തിച്ചേരുന്നത്. എനിക്ക് ഒന്നും സംസാരിക്കാനോ കഴിക്കാനോ ഒന്നിനുമില്ല. എനിക്ക് ഒരു മരിച്ച ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് ഞാൻ ആ സമയത്ത് ആയിരിക്കുന്നത്. പിറ്റേ ദിവസമാണ് ഞങ്ങള് നാട്ടിലെത്തിച്ചേരുന്നത്. നാട്ടിലെത്തി അന്ന് വൈകുന്നേരത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. കുടുംബവും അതുപോലെ സഹോദരങ്ങൾ, കൂട്ടുവേലക്കാര്, ഞങ്ങളുടെ മിനിസ്ട്രിയിലുള്ളവരെല്ലാം ഞങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു ജീവച്ഛവത്തെ പോലെയാണ് ആയിരുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കർത്താവ് എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു 9 വർഷത്തെ കഠിന പരിശോധനയിൽ കൂടെ ഞാൻ കടന്നുപോയി, രോഗാവസ്ഥയിൽ കൂടെ കടന്നുപോയി. അതിനുശേഷം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്റെ ജീവിതത്തിൽ കടന്നു. ഞങ്ങൾ ഒരുമിച്ച് ഭൗതികമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാലും കർത്താവിന്റെ വേലയിൽ ഉന്നത സ്ഥാനത്തിരിക്കാനും താഴ്ന്ന സ്ഥാനത്ത് ഇരിക്കാനും കർത്താവ് ഞങ്ങളെ കടത്തിവിട്ട ഓരോ മേഖലയിൽ കൂടെ ഞങ്ങൾ സന്തോഷത്തോടെയാണ് കടന്നു പോയത്. പലപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഭൗതികമായ ആവശ്യങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ അത് ജോലി ചെയ്തു. ഞാൻ ഒരു സ്കൂളിൽ 9 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ട്യൂഷൻ റൺ ചെയ്തു. അങ്ങനെ സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെ ഞാൻ നിറവേറ്റിക്കൊണ്ടു. എന്റെ ഭർത്താവിന് ഞാൻ വളരെ സപ്പോർട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയോട് ഒരുമിച്ച് ഒരു കാര്യത്തിലും ഏത് മിഷൻ സ്റ്റേഷനിൽ പോകാൻ ഇപ്പൊ റെഡി ആവാൻ പറഞ്ഞാൽ ഞാൻ റെഡിയായി അദ്ദേഹത്തിന്റെ കൂടെ കടന്നു പോകുമായിരുന്നു. കാലാവസ്ഥയുടെ വെല്ലുവിളികൾ ഞങ്ങൾ നേരിട്ടു. ആഹാരത്തിന്റെ, വ്യത്യസ്തമായ കൾച്ചറിന്റെ ഒത്തിരി വെല്ലുവിളികൾ ഞങ്ങൾ 20 വർഷത്തെ ഞങ്ങളുടെ വടക്കിന്ത്യയിലെ മിനിസ്ട്രിയിൽ ഞങ്ങൾ നേരിട്ടു. പക്ഷെ അവിടെ ഒന്നും ഞങ്ങൾ ഒരിക്കലും കർത്താവിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കർത്താവിനുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല. ഓരോ ബ്രേക്ക് ത്രൂവിൽ കൂടെ ഞങ്ങൾ കടന്നു പോകും, ഓരോ എൻകൗണ്ടറിൽ കൂടെ കടന്നു പോകുമ്പോഴും അതിൽ 10 മടങ്ങ് ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ചിട്ടാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ അടുത്ത മിഷൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എന്റെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛനായിരുന്നു എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരുന്നത്. ഫൈനൽ തീരുമാനം അച്ഛനാണ് എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളുടെ കൂടെ ഞാൻ നിൽക്കും. എനിക്ക് സ്വയമായി ഒരു തീരുമാനം എടുക്കുവാനായിട്ട് എടുത്തിട്ടില്ല. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടെന്ന്. നാട്ടിലെത്തിയതിനു ശേഷം എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദരങ്ങളെല്ലാം എന്നെ ചേർത്ത് കൂടെ നിർത്തി, എന്നെ ബലപ്പെടുത്തി, എന്നെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. കർത്താവിന്റെ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ നമുക്ക് അനുഭവിക്കാവുന്ന ഒരു നിത്യസന്തോഷത്തെ കുറിച്ച് ഒരു വെളിപ്പാട് കർത്താവ് എനിക്ക് നൽകി. ഈ ലോകത്തിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എനിക്ക് സൗഖ്യം തരണേ. കർത്താവ് എനിക്ക് സൗഖ്യം നൽകി. അതിന് എന്റെ ഒരുക്കത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു അതിനൊക്കെ തടസ്സമായിരുന്നത്. ഞാൻ പൂർണ്ണ സമർപ്പണത്തോടെ ഒരുക്കത്തോടെ ദിവസങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിനെ സൗഖ്യമാക്കി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിൽ പകരപ്പെടുമ്പോൾ അത് കൃപാദാനങ്ങളോടുകൂടിയായിരുന്നു, പ്രവചനാത്മാവോടുകൂടി ഒക്കെയായിരുന്നു കർത്താവ് എന്നെ നിറച്ചത്. അതെല്ലാം ഞാൻ ചിന്തിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി കർത്താവിനെ ആ നാളുകളിൽ മാനിച്ചു. അതിനുശേഷം ഞാൻ ഒരു വിവാഹത്തെ കുറിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ
എന്റെ ശാരീരികമായ പ്രയാസങ്ങളെ ഒരിക്കലും കുറ്റം പറയാത്ത ഒരു വ്യക്തിയായിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത്. എന്നോട് കൂടെ എനിക്ക് ആ നഷ്ടപ്പെട്ട കാലിന് പകരം ഒരു കാലാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാരണം ഒരു കുറേ ചിലപ്പം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് 100 കിലോമീറ്റർ ഒക്കെ ഞങ്ങൾ ബൈക്കിൽ ട്രാവൽ ചെയ്ത സമയങ്ങളുണ്ട്. അപ്പോഴൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് ഞങ്ങളുടെ ബൈക്ക് നിർത്തി വെച്ചാൽ കുറച്ചു നേരം പറയും, നീ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യോളൂ, നിൽക്ക് എന്ന് പറയാം. അങ്ങനെ എന്റെ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ആ ഈ ഇൻകേപ്പബിലിറ്റീസ് മനസ്സിലാക്കി എന്നെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, എനിക്കിനി ബെഡിൽ നിന്ന് ഞാൻ വീണ്ടും ആ ബെഡിലോട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു. എനിക്ക് എഴുന്നേക്കാൻ ശക്തിയില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? എന്റെ ആ സമയത്ത് എന്റെ മകന്റെ മേൽ ഞാനൊരു വലിയ കൃപ കണ്ടു. അവൻ ബലത്തോടെ ശക്തിയോടെ, ഞാൻ അവനെ ബലപ്പെടുത്തേണ്ടതിന് പകരം എന്റെ കുഞ്ഞ് ബലത്തോടെ ധൈര്യത്തോടെ അവന്റെ പിതാവ് എങ്ങനെ നിൽക്കുന്നു അതുപോലെ ഒട്ടും നെർവസ് ആവാതെ എനിക്ക് വേണ്ടി എന്റെ അടുത്ത് അവൻ ബലത്തോടെ നിന്നു. അമ്മ, ഡാഡി ചെയ്തതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, നമ്മുടെ മിനിസ്ട്രി തീർന്നിട്ടില്ല, മുന്നോട്ട് ഇനി ഒത്തിരി അവന് പറയുവാണ് എന്നോട്, അമ്മ ആ കുത്തിനപ്പുറത്ത് കർത്താവ് ഒരു കോമായും കൂടി ഇട്ടിട്ട് ആ സെന്റൻസ് കണ്ടിന്യൂ ചെയ്യുവാണ്. അവന് ആർട്ടിക്കിളിൽ കൂടെ ഒക്കെ വായിച്ച് മനസ്സിലാക്കിയതായിരിക്കാം. അങ്ങനെ എന്നെ അവൻ ബലപ്പെടുത്തുകയുണ്ടായി. ഞാൻ ചിന്തിച്ചത്, ഞാനൊരു നോർമൽ ആയി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി കുടുംബജീവിതത്തിന്റെ ആ സന്തോഷമൊക്കെ തീർന്നു, ഞാൻ ഒറ്റയ്ക്കായി. ഇനി ഞാൻ കർത്താവിന്റെ വേലയിൽ എങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകും, എങ്ങനെ ഞാൻ മിനിസ്റ്റർ ചെയ്യും? എന്റെ ഹസ്ബൻഡിനോട് ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ എടുത്ത കമ്മിറ്റ്മെന്റുകളുണ്ട്, മിഷന്റെ ആ ചെയ്തു തീർക്കേണ്ട ഓരോ ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ എങ്ങനെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും? ഞങ്ങള് ലോക്ക്ഡൌണിന്റെ സമയമായപ്പോൾ, കോവിഡിന്റെ സമയമായപ്പോൾ ഏകദേശം ഒരു 2-3 വർഷം ഞങ്ങൾ അവിടെ ഒരു ചർച്ച് മിനിസ്ട്രിയിലേക്ക് ആയിത്തീർന്നു. കൂടുതലും വീക്കെൻഡുകളിലൊക്കെ ഞങ്ങളുടെ മിഷൻ സ്റ്റേഷനെ സന്ദർശിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബംഗാളില്, ഒറീസയില്, പഞ്ചാബില്, വിവിധ സ്ഥലങ്ങളില് മിഷണറിമാര് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ചർച്ചുകൾ ഉണ്ടായിരുന്നു. അവിടെ കടന്നു ചെന്ന് അവരെ പ്രാർത്ഥനയിൽ ഉത്സാഹിപ്പിക്കുക, കർത്താവിന്റെ വേലയിൽ ഉത്സാഹിപ്പിക്കുക, സ്നാന ശുശ്രൂഷകൾ നടത്തുക, അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ യഥാർത്ഥമായ ഒരു ചർച്ച് മിനിസ്ട്രിയിലേക്ക് ഒരു പാഷൻ, ഒരു ആഗ്രഹം അകത്തോട്ട് കയറിയിട്ട് ഒരു 2-3 വർഷമേ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ ഒരു പാസ്റ്റർ മൈൻഡോടെ, ഒരു ഇടയനെ പോലെ ഓരോ വീടുകളിൽ കടന്നിന്ന് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ അറിഞ്ഞ് അവരെ കൗൺസിൽ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ഒരു കുടുംബത്തെ പോലെ ഏറ്റെടുത്ത് അവർ കൂടെ നടന്ന് അവരെ ഞങ്ങളെ ഒപ്പത്തിൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 5-6 കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഞാൻ അവിടുന്ന് പോരുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, सिस्टर जी आपकी जान इधर छोड़ के जा रहे हैं, आप कैसे जा सकते हैं, हमें छोड़ के कैसे जा सकते हैं? അവർ എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, നിന്റെ പ്രാണൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്, നിനക്ക് എങ്ങനെ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും? അവർ അത്രയും ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു, സഹോദരിമാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവിനെ അയക്കുന്നെങ്കിൽ ഞാൻ വരാം. ഞാൻ ഒരിക്കലും വടക്കേ ഇന്ത്യയെ കുറിച്ചുള്ള എന്റെ ആ പാഷൻ ഞാൻ വിടത്തില്ല. ഈ ദേശത്തിന് വേണ്ടി, ഈ രക്തസാക്ഷികളുടെ ആ ഓരോ രക്തത്തിൽ നിന്നും ഓരോ ചർച്ചകളാണ് ഉണ്ടാവുന്നത്, ഓരോ ആത്മാക്കളാണ് കർത്താവിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ അവരോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ഈ ഒരു 3-4 ദിവസങ്ങൾ അച്ചച്ചയുടെ മരണത്തിന് ശേഷം ഏകദേശം ഒരു 3 മാസക്കാലം ഞാൻ ഒരു സ്ട്രോക്ക് വന്നവരെ പോലെയായിരുന്നു. കാരണം കൈയൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ഇതിൽ ഇങ്ങനെ ഇരിക്കും, രക്തോട്ടം ഇല്ലാത്ത പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കും. അന്നേരം എന്റെ പപ്പായും മമ്മിയും ഇടത്തും വലത്തും ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മോളെ, അല്പകാലം മാത്രമുള്ളൂ ഈ ലോക ജീവിതം, ഇത് നൊടി നേരത്തേക്കുള്ളൂ, ഇത് അല്പകാലമുള്ളൂ, ഇത് ക്ഷണികമായ ഒരു നശ്വരമായ ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഈ ശരീരം മാറി ഈ മൃത്യുവിനെ നേരിടുന്ന, അല്ലെങ്കിൽ അത് വരുന്ന ആ ശരീരം മാറി അമൃതമായ ഒരു ശരീരം പ്രാപിച്ച് നിന്റെ ഭർത്താവ്, നിന്റെ അച്ഛൻ ഭർത്താവിനോടൊപ്പം നിത്യകാലം സന്തോഷിക്കുകയാണ്, ആ അവസ്ഥയിലേക്ക് നാവും വേഗം ചേർക്കപ്പെടും. അങ്ങനൊക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്റെ മനസ്സിനെ, ആത്മാവിനെ ഒക്കെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നെ കർത്താവ്, എന്റെ സന്നിധി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് മിനിസ്ട്രിയിലേക്ക് മടങ്ങി വരണം, ഞാൻ വേറെ ഒന്നും ചിന്തിക്കണില്ല, എനിക്ക് ആത്മസന്തോഷത്തിലേക്ക് വീണ്ടും പ്രാപിപ്പാൻ ഇടവരണം. ഞാൻ ഇങ്ങനെ ഒരു ദൈവസന്നിധിയിൽ ഇരുന്ന് ഇങ്ങനെ ഒഫീഷ്യലായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയൊന്നും അല്ല ഞാൻ നടത്തുന്നത്, ഞാൻ കരയുവാണ്, നെടുവേർപ്പെടുവാണ്, കണ്ണുനീരൊഴുക്കാണ് ദിവസം. കർത്താവെ, ഇനി എന്താണ് അടുത്തത്, ഇനി ബാക്കി എന്താണ്, മുന്നോട്ട് എങ്ങനെയാണ് എന്ന് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കരയുവാനിടയിൽ. കരച്ചില് മാത്രമാണ് ദിവസങ്ങൾ എനിക്കുണ്ട്. ഏകദേശം
3 മാസക്കാലം ഞാൻ അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് എന്നോട് വ്യക്തമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. കർത്താവ് പറഞ്ഞു, മുന്നോട്ട് നിനക്ക് മിനിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും, നിന്നെ ഞാൻ ബലപ്പെടുത്തും, നീ ശക്തിയോടെ എഴുന്നേക്കും, കഴിഞ്ഞ നാളുകളെ പോലെ ശക്തിയോടെ എന്റെ സാക്ഷിയായിട്ട് നീ നിൽക്കും എന്നൊക്കെ കർത്താവ് വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. കർത്താവിന്റെ കാന്തനായി, കർത്താവിന്റെ നാഥനായി, കർത്താവിന്റെ ജീവിതത്തിന്റെ എല്ലാമായിട്ട് കടന്നു വരുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ ആയിത്തീരുന്നു. ആ ഒരു 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 പ്രാണനാഥനെ പോലെ കർത്താവിന്റെ സ്നേഹം ഞാൻ ആ ദിവസങ്ങൾ അനുഭവിക്കാൻ ഇടയായി. എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. അനേക ദൈവമക്കൾ ദൈവശബ്ദമായിട്ട്, ദൈവത്തിന്റെ ആലോചനയായിട്ട് ഞാൻ അറിയാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്നെ വിളിച്ച്, ഞാൻ ദൈവസ്നേഹം ഒത്തിരി അനുഭവിച്ചു. എന്നെ വിളിച്ച് ആലോചനകൾ പറഞ്ഞു. അങ്ങനെയാണ് ഒരു ആന്റി എന്നെ വിളിച്ച് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ക്രിസ്റ്റി, ഫിറോസ്പൂരിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? പോകുന്നെങ്കിൽ ഞാൻ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാം, അവിടെ ഒരു ചർച്ച് മിനിസ്ട്രി കണ്ടിന്യൂ. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ കടന്നു പോകും? എന്റെ ഉള്ളിൽ വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കൊരു സിംഗിൾ ആയിട്ട് അവിടെ പോയി നിന്ന് താമസിക്കാനോ മിനിസ്ട്രി ചെയ്യാനോ കഴിയില്ല, എനിക്ക് പരിമിതികളുണ്ട്. അങ്ങനെ പറയാനായിട്ടുണ്ട്. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവ് എങ്ങനെ, എനിക്ക് ആ ദേശം വിടാൻ താല്പര്യമില്ല. എന്റെ പ്രാർത്ഥനയിൽ ഞാൻ ആ ദേശത്തെ മറന്നു പോകാൻ ഇടയാവില്ല. എത്രയോ വർഷങ്ങൾ ഞാൻ അവിടെ കണ്ണുനീരൊഴുക്കി, എന്റെ വിയർപ്പ്, ഞങ്ങളുടെ അധ്വാനം, ഞങ്ങളുടെ അതൊന്നും നഷ്ടപ്പെടാൻ ഇടയാവില്ല കർത്താവ്. ഞാൻ ഭൗതികമായി നേടിയതെല്ലാം അവിടെ കളഞ്ഞിട്ട് പോകും. എല്ലാം ജീവിക്കാനുള്ളതെല്ലാം ആ ഭവനത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയതെല്ലാം അവിടെ ഓരോരുത്തർക്ക് കൊടുത്തിട്ട് പോകുന്നു. ദൈവമക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, കർത്താവിന്റെ ദാസന്മാർക്ക് കൊടുത്തിട്ട് പോകുന്നു. ചിലതൊക്കെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ട് പോകുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവ്, ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ജീവനിലേക്ക് എത്താം. പഴയത് മാറിപ്പോയി, പഴയത് നീങ്ങിപ്പോയി. കർത്താവിനോട് പറഞ്ഞു, നീ പഴയതെല്ലാം മറന്നേ പറ്റത്തുള്ളൂ, പഴയതെല്ലാം നീ വിട്ടേ മതിയാവത്തുള്ളൂ, ഒരു പുതിയ ശക്തി ഞാൻ നിന്റെ മേൽ പകരുമെന്ന് സംസാരിക്കാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ എന്റെ ആദ്യ നാളുകളെ പോലെ, പണ്ടത്തെ നാളുകളെ പോലെ കർത്താവിന് മടങ്ങി വരവ് തന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് ഇടപെട്ടു, 2 മിഷണന്മാരെ നീ അവിടെ ആക്ക്. അത് ആരൊക്കെയാണെന്നൊക്കെ വ്യക്തമായി കർത്താവിനോട് ഇടപെട്ട ആ ദിവസങ്ങളിൽ എനിക്ക് ചില മിഷണന്മാരുടെ അവിടെ ലോക്കലായിട്ട് തന്നെ ആയിരിക്കുന്ന പഞ്ചാബികളായിരിക്കുന്ന 2 ഫാമിലീസുമായിട്ട് ഞാൻ കണക്ട് ചെയ്യും. ഞങ്ങളായിരുന്ന ആ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ഏപ്രിലാണ് ഞാൻ അവിടെ മിനിസ്ട്രി തുടങ്ങുവാനായിട്ട് ഇടയായത്. അങ്ങനെ 2 മിഷണന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ മിനിസ്ട്രിയോടൊപ്പം തന്നെ ഞാൻ ഇപ്പോഴും ആയിരിക്കുന്നു. അതിന്റെ മെയിൻ ആയിട്ടുള്ള ലീഡർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്റ്റി, സാമിന്റെ ആ സ്ഥാനത്തേക്ക് വേറെ ആരെയും കണ്ടെത്താനായിട്ട് എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് സിസ്റ്റർ പ്രാർത്ഥിക്ക്, ഞങ്ങൾക്ക് ഒരു കോർഡിനേറ്റിംഗ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ആ മിഷണന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കാനും അവിടുത്തെ മിനിസ്ട്രി അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കാനും ഒക്കെ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ സാധിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. എനിക്ക് ചിന്തിക്കാനേ കഴിയത്തില്ല, കാരണം ഞാൻ ഒരു ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള, പൗലോസ് പറയുന്നത് പോലെ ബുദ്ധിയിലും ഞാൻ സംസാരിക്കുന്നു, ആത്മാവിലും എന്ന് പറയുന്നത്. അച്ഛൻ എപ്പോഴും ബുദ്ധിയും ആത്മാവും രണ്ടിലും ചലിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ എനിക്ക് അത്രയും ഞാൻ ബുദ്ധിയുടെ ഒരു ഇതിൽ കഴിവിൽ ചലിക്കുന്ന ഒരാളല്ല. ഞാൻ ചിന്തിച്ചു, കർത്താവ്, ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു? എന്നാ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ധൈര്യത്തോടെ ഞാൻ ഓക്കെ പറഞ്ഞു, ഫസ്റ്റ് ഞാൻ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞ ആ മിനിസ്ട്രിക്ക് കൈ കൊടുക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ മാസം വരെ ഞാൻ ആ മിനിസ്ട്രിയോട് ജോയിൻ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ അനേകം മിഷണറിമാരെ എല്ലാ ആഴ്ചയിലും വിളിച്ച് അവരെ ബലപ്പെടുത്താനും മിനിസ്ട്രിയിൽ ഉത്സാഹപ്പെടുത്തുവാനും അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥന വിഷയമായി ദൈവസഭയോട് അറിയിക്കാനും ഒക്കെ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെക്കാലമൊക്കെ കർത്താവ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മിനിസ്ട്രിയിലായിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി അനുഭവങ്ങൾ കൂടെ എല്ലാം കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നതാണ്. 2010 അച്ഛൻ ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. കാല് ഫ്രാക്ചറായി, 2 പീസായിട്ട് ഇങ്ങനെ അത് ഫ്രാക്ചറായി, എല്ല് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ താൻ കടന്നുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അത് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് ബോൺസ് പിന്നെയും ബെൻഡ് ചെയ്തെടുത്ത് അവര് അങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് ഏകദേശം 1-2 ആഴ്ച താൻ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി.
ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്റെ കാലിനുണ്ടായ അതേ പ്രയാസത്തിൽ കൂടാണ് താൻ കടന്നുപോയി. ഈ ഒരു 15 days ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഭവനത്തിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബോണിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് ഇടയായി. കാരണം മെഡിക്കലായിട്ട് ഒരു എറർ സംഭവിച്ചു. ഇത് ഡ്രസ് ചെയ്യാൻ വന്നവര് ഈ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നിടത്ത് ഒട്ടിച്ചിരുന്ന ടേപ്പ് എടുത്തു മാറ്റി അത് ഇൻഫെക്ഷൻ ഉള്ള ഒരു രീതിയിലേക്ക് കടന്നുപോയി. ഞാൻ ആ സമയത്ത് അച്ഛൻ ഞാൻ അനുഭവിച്ച ആ വേദന അച്ഛൻ അനുഭവിക്കുന്നത് ഞാൻ കാണാനിടയായി. അലറുമായിരുന്നു, കാറുമായിരുന്നു വേദന കാരണം. ഞാൻ പറഞ്ഞു, അച്ഛച്ച കർത്താവ് സൗഖ്യമാക്കും, അച്ഛൻ ഞാൻ നടന്നതുപോലെ തന്നെ നടക്കും, അച്ഛന് വിടുതൽ ഉണ്ടാവും, അച്ഛന് പൂർണ്ണ ഒരു ബലത്തിൽ കടന്നു വരും. ഞാൻ അദ്ദേഹത്തെ ബലപ്പെടുത്തുവാനിടയായി. പക്ഷെ തനിക്ക് മെന്റലി താൻ ഒരു ഫിയർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഒന്ന് ഭയപ്പെടുക, ചുറ്റും വരുന്നവരെ സംശയിക്കുക. അങ്ങനെ ഞാൻ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ അച്ഛനെ കാണുവാനായിട്ട് ഇടയായി. ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു. എനിക്ക് തന്നെ അച്ഛനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ആഹാരം കഴിക്കത്തില്ല, പല്ല് തേക്കത്തില്ല, ഒന്നിനും കോപ്പറേറ്റ് ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയിൽ കൂടെ വെല്ലുവിളി കൂടെ ഒക്കെ ഞങ്ങൾ കടന്നു. അന്നേരം അദ്ദേഹത്തിന്റെ പിതാവ് നാട്ടിൽ നിന്ന് കടന്നു വന്ന് ഞങ്ങളെ എമർജൻസിയിൽ നാട്ടിലേക്ക് കൊണ്ടുവന്നു. നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നാട്ടില് സാഹിബിന്റെ ഹോസ്പിറ്റലാണ്, തിരുവല്ലയിലാണ് കാണിക്കുന്നത്. അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇൻഫെക്ഷൻ ആയി, ഇത് ഇനി ടൈം എടുക്കും, ഇത് ഡ്രസ്സിങ് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടതിനൊക്കെ ശേഷം കുറെ നാൾ, ഒരു വർഷമെങ്കിലും എടുക്കും സാമിന് ഇനി നടക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആയിരുന്ന സ്ഥലത്തെ മിനിസ്ട്രി ഒക്കെ വിട്ട് ഭവനത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദേവദാസന്മാരെ സംബന്ധിച്ച്, സുവിശേഷകന്മാരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഒരു സമ്പാദ്യവുമില്ല. അന്നത്തേക്ക് പുലർന്നു പോകാനുള്ളത് ലഭിക്കുന്നത് കൊണ്ട് അവര് വിശ്വാസത്താൽ ചിരിക്കുന്നവരാണ്. ഞങ്ങൾ ഭവനത്തിൽ കടന്നു വന്നു. ഞങ്ങൾ ആയിരുന്ന ആ ഓർഗനൈസേഷൻ ഞങ്ങളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ട്രീറ്റ്മെന്റിനൊന്നും അത് പോരായിരുന്നു. അങ്ങനെ ഞങ്ങള് വളരെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കൂടെ ഒക്കെ കടന്നു പോയപ്പോഴും അനേക ദൈവമക്കൾ ആ സമയത്ത് ഞങ്ങളോട് കൂടെ ഇരുന്നു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 15 ദിവസം ഫാസ്റ്റിംഗ് ദിവസങ്ങളിൽ എടുത്തെങ്കിൽ അത്രയും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഒരു 10 ദിവസമൊക്കെ എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഞാൻ ദിവസങ്ങളിൽ ഉപവസിച്ചിരുന്നു, പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാനോ ശരീരത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, ആരോഗ്യമുള്ള ഒരു ഹസ്ബൻഡിനെ എനിക്ക് നൽകി, അദ്ദേഹവും ഇങ്ങനെ ഒരു അവസ്ഥയിലായി തീർന്ന ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? കുഞ്ഞിന് അന്നേരം 6 വയസ്സ് പ്രായമുള്ള സമയമാണ്. ഞാൻ അന്നൊക്കെ വളരെ പ്രാർത്ഥനയിൽ ഭയങ്കര തീഷ്ണതയാണ്. ദൈവസന്നിധിയിൽ ഞാൻ വളരെ എനിക്ക് ഉറപ്പാണ് കർത്താവ് വിടുവിക്കും എന്നുള്ളത്. അങ്ങനെ ഈ ഫാസ്റ്റിംഗ് തീരുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ പറയാ ആ വൂണ്ട് മുഴുവനും കംപ്ലീറ്റ്ലി ഹീൽ ആയിരിക്കുന്നു, ഉണങ്ങിയിരിക്കുന്നു. ഇനി ഇത് ഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ പ്ലാസ്റ്റർ ഇട്ടിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബോക്കറൊക്കെ വെച്ച് സാമിന് നടക്കാന്ന് പറഞ്ഞു. എനിക്ക് എല്ലാറ്റിലും കർത്താവ് മതിയായിരുന്നു ആ നാളുകളിൽ. അങ്ങനെ ഒരു വർഷം എന്ന് പറഞ്ഞത് 6 മാസം കൊണ്ട് അച്ഛന്റെ ആ ബോൺസ് ഹീലായി. തന്നെ ഒരു ക്രഷ് ഉപയോഗിച്ചാണ് നടന്നിരുന്നത്. അങ്ങനെ വീണ്ടും മിഷൻ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരാനിടയായി. എന്നിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ താൻ ബൈക്ക് എടുത്ത് വീണ്ടും ഓടിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓർത്താൽ കർത്താവ് സൗഖ്യദായകനാണ്, വിടുതലാണ്, വീണ്ടെടുപ്പുകാരനാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കർത്താവിന്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ പുറത്തു പോയിട്ട് പൊതു ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് വരുമ്പം അതിനുശേഷം അദ്ദേഹത്തിന് ഒരിക്കലും ഈ കാലിന്റെ പ്രയാസം അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ താൻ നടക്കുന്നത് കണ്ടാൽ ഒന്നും ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ട് ആളായിട്ട് തോന്നത്തില്ല. അത്ര ആരോഗ്യത്തോടാണ് താൻ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ മിഷൻ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും പല അപകടങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും നോർത്തിലൊക്കെ ആയിരിക്കുന്നവർക്ക് അറിയാം, ഈ റോഡിലൊക്കെ വലിയ ഗട്ടറുകളൊക്കെ കാണാം. രാത്രിയിലൊന്നും അതൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കും. രാത്രിയിൽ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ഗട്ടറിനകത്ത് ചാടിയിട്ട് വണ്ടി ഒരു സൈഡിലേക്ക് മറിയേണ്ടതായിരുന്നു. എന്നാൽ അത് എങ്ങനെ ആ ഗട്ടർ ചാടി അപ്പുറത്തേക്ക് കടന്നെന്ന് അറിയത്തില്ല. അത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വലിയൊരു അപകടം നടക്കും, അപ്പുറത്തേക്ക് പാടത്തിന്റെ ഒരു ഇതാണ്, അങ്ങോട്ട് മറിഞ്ഞു വീണ് വലിയ അപകടം സംഭവിക്കാമായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. അങ്ങനെ അനേകം വിടുതലുകൾ ജീവിതത്തിൽ
ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുകയുണ്ടായി. എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ ഈ ഒരു മിഡിൽ ഏജില്, അല്ലെങ്കിൽ ഈ ഒരു മധ്യപ്രായത്തിൽ ഞാൻ ഇങ്ങനെ ഏകയായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായിത്തീരുമെന്ന് ചിന്തിച്ചില്ല. എനിക്കിതിന്റെ പിന്നിലുള്ള പദ്ധതികളൊന്നും അറിയത്തില്ല. എന്നാൽ ഞാൻ ഒന്നറിയുന്നു, എന്റെ കർത്താവ് എന്നെ വിളിച്ച് ദൈവം വിശ്വസ്തനാണ്, അന്ത്യത്തോളം നടത്തുവാനായിട്ട് കർത്താവ് ശക്തനാണ്. ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ അവര് കർത്താവിന്റെ പേരിൽ കഷ്ടം അനുഭവിക്കുന്നത്, ബുദ്ധിമുട്ടുകൾ, വിശ്വാസത്തിൽ ജീവിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ആ വിശ്വാസത്തിന് ഒരു കുറവും വരുത്താതെ വേണം ഇന്ന് വരെ നിൽക്കാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഞാൻ ഭവനത്തിലായിരുന്ന സമയത്ത് ഏകദേശം ഇങ്ങനെ 6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ മാതാപിതാക്കളോടൊപ്പം ഞാൻ ആയിരിക്കുന്നു. അവരാണ് എന്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ഒരു ആഗ്രഹമാണ്, എനിക്ക് ചെറിയ പ്രായത്തിൽ പഠിക്കാനായിട്ട് BTech കഴിഞ്ഞിട്ട് തുടർന്ന് പഠിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് മുന്നോട്ട് പഠിക്കാം. എന്റെ സുഹൃത്തുക്കൾ പലരും സഹോദരിമാരായിട്ടുള്ള അവര് പറഞ്ഞു, ക്രിസ്റ്റിക്ക് ഇപ്പോഴും പഠിക്കാനായിട്ട് സാധിക്കും, പഠിക്കാൻ എന്തുകൊണ്ട് പോയിക്കൂടാ, കർത്താവിന്റെ പേരിൽ അത് വളരെ ഹെൽപ്പ് ആയിരിക്കും, ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫൊക്കെ വീണ്ടും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു പറഞ്ഞപ്പോൾ എന്റെ മോനും പഠിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കും കൂടെ പഠിക്കാൻ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അത് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ ഈ പെനിയൽ ബൈബിൾ സെമിനാരി കടന്നുപോയിട്ട് ആ ഒരു ആലോചന ഞാൻ മാറ്റി, എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജൂണില് അവിടെ നിന്ന് ഒരു ഫാക്കൽറ്റി, ഒരു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്റ്റിക്ക് എന്തുകൊണ്ട് വന്ന് ഞങ്ങളെ സഹായിച്ചുകൂടാ, ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ഒരു വാർഡനെ ആവശ്യമുണ്ട്, അങ്ങനെയെങ്കിൽ സിസ്റ്ററിന് ഇവിടെ വന്ന് MDയും പഠിക്കാം, അതോടൊപ്പം സ്കോളർഷിപ്പിൽ ഇവിടെ പഠിക്കുകയും ചെയ്യാം, മിനിസ്ട്രിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്റെ ആ ഏകാന്തമായ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറാൻ അത് ഇടയായി. ഞങ്ങൾ ഒത്തിരി നേരം വർഷിപ്പ് ചെയ്യുന്നവരായിരുന്നു. അച്ഛൻ വർഷിപ്പ് ചെയ്യാനായിട്ട് ഒരു ടാലന്റ് ഉള്ള ആളായിരുന്നു. ഗിറ്റാറും കീബോർഡും ഒക്കെ വായിക്കാൻ വളരെ വിദഗ്ധനായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകളായിരുന്നു. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും എല്ലാം ഒരുമിച്ച് അത് വളരെ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് പാടുന്ന കേട്ട് ഞാൻ പറയുമായിരുന്നു, ചിലപ്പോൾ ഞങ്ങളുടെ ഫാമിലി പ്രെയർ ഒക്കെ പലപ്പോഴും ആരാധനകളായിട്ട് മാറാറുണ്ട്. ഞാൻ പറയും, ചേച്ചാ, 1000 പേര് വന്നിരുന്ന് ആരാധിക്കുന്ന ഒരു അനുഭവമാണ്, എത്ര മണിക്കൂർ ആരാധിച്ചു കഴിഞ്ഞാലും നിർത്താൻ തോന്നത്തില്ല. ഞാൻ അത് വളരെ മിസ് ചെയ്യുമായിരുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളോടും എന്റെ മോനോടും പറയായിരുന്നു, എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നതാണ്. എന്നാൽ ഞാൻ പെനിയലിൽ കടന്നു നിന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു മണിക്കൂറുകളോളം ആരാധിക്കാനുള്ള ആ ഒരു ചാപ്പൽ സർവീസിലൊക്കെ ഞാൻ ഇരുന്ന് അവിടെ നിന്ന് എനിക്ക് എഴുന്നേറ്റ് പോകാനായിട്ട് തോന്നില്ല. എനിക്കത് പെട്ടെന്ന് ഹീൽ ആവാനായിട്ട് ഇടയായി. എന്റെ ഹൃദയത്തിലെ വേദനകളൊക്കെ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഇടയായി. ഞാൻ വിശ്വസിക്കുന്ന ഇത്രയൊരു നല്ല ദൈവത്തെ, കർത്താവിനെ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധികളെ ഒന്നും, ഈ അഗ്നി പരിശോധനകളെ ഒന്നും നേരിടുവാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഞാൻ ഇതിൽ കൂടെ എല്ലാം കടന്നു പോയിട്ടും എന്നെ നേരിട്ട് കാണുന്നവർക്ക് പറയുന്ന പോലെ പൊന്നുപോലെ ശോഭയുള്ളവളായിട്ട് നീ കടന്നു വരികയാണ്. കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവങ്ങളെല്ലാം എന്നെ കൂടുതൽ പക്വതയുള്ളവളാക്കി തീർക്കുകയും കർത്താവിന്റെ മിനിസ്ട്രിയിൽ ഉറച്ച ഒരു ധൈര്യമുള്ളവളായി നിൽക്കാനൊക്കെ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പെനിയയിൽ ഏകദേശം ഒരു 18 ഗേൾസ് പഠിക്കുന്നുണ്ട്. അവർക്ക് മെന്ററായിട്ട് ഞാൻ ആയിരിക്കുന്നു. അവരുടെ ജീവിതത്തിലൊക്കെ എന്റെ സാക്ഷ്യങ്ങളും എന്റെ അനുഭവങ്ങളും ഒക്കെ അവരെ സ്വാധീനിക്കുന്നൊക്കെ കാണുവാനായിട്ട് കർത്താവ് ഈ നാളിൽ എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഞാൻ വളരെ പ്രതീക്ഷയോടാണ് അറിയുന്നത്. കർത്താവ് എന്നെ ഉപയോഗിക്കും. ഞങ്ങൾ ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ എടുത്ത തീരുമാനങ്ങളൊക്കെ, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വീണ്ടും ശക്തിയോടെ കർത്താവിന്റെ പേരിൽ നിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ എന്റെ സഹോദരിയെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 3 സഹോദരിമാരാണ്. ഞാൻ ഏറ്റവും മൂത്തവളാണ്. എന്റെ നേരെ ഇളയ സഹോദരിയാണ് ബ്ലെസ്സി. അവള് എനിക്ക് അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്റെ മാതാപിതാക്കളുടെ എന്നെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ പോയി. അവർ ചിന്തിച്ചു അവളെ അങ്ങനെ അവളുടെ ജീവിതം ഒരു സർവൈവിങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്റെ നേരെയുള്ള സഹോദരിയിലായിരുന്നു എന്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷ. അവള് നഴ്സിംഗ് ഒക്കെ പഠിച്ചു. അങ്ങനെ അവള് ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ജോലിക്കൊക്കെ പോയി, ഡൽഹിയിലൊക്കെ. അങ്ങനെ അവളുടെ വിവാഹം നടന്നു. 2006 അവളുടെ വിവാഹം നടക്കുന്നത്. വിവാഹം നടന്നതിന് ശേഷം അവളുടെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അവളെ കൊണ്ടുപോയി അവിടെ പ്രൈവറ്റിൽ അവള് നഴ്സായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഒരു 5-6 വർഷം ജോലി ചെയ്തു. MOH ജോലി കിട്ടുമോ എന്ന് അവള് ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൾക്ക് പിതാവിന്റെ കൃപയാല് MOH ജോലി ലഭിച്ചു.
ഏകദേശം ഒരു 3 വർഷത്തിലധികം അത്രയും കാലം അവൾ അവിടെ ജോലി ചെയ്തു. ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് അവളുടെ ഉള്ളത്തിലെ ആഗ്രഹങ്ങളെല്ലാം അവൾ നിവർത്തിക്കുമായിരുന്നു. കാരണം ഒരു കർത്താവിന്റെ ദാസന്റെ, ഒരു സുവിശേഷന്റെ മകളായി ജനിച്ചത് കൊണ്ട് ഏറ്റവും കൂടുതൽ നിന്ന് അനുഭവിക്കുന്നത് സ്വന്തമായിട്ടൊരു ഭവനം ഇല്ലെന്നുള്ളതാണ്. ഈ പാർസനേജുകളിലും വാടക വീടുകളിലും ഒക്കെ താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ ആ സ്ഥലവുമായിട്ടും ആ വീടുമായിട്ടും ഒരു അറ്റാച്ച്മെന്റിലേക്ക് വരുമ്പോൾ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ അവിടെ നിന്നെല്ലാം ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് മാറേണ്ട ഒരു അവസ്ഥ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത് വളരെ ഹട്ടായിട്ടിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വലിയ ഹർട്ട് എന്റെ സഹോദരിയുടെ മനസ്സിലുണ്ടായിരുന്നു. അവൾ എപ്പോഴും കുഞ്ഞുനാൾ മുതൽ പറയുമായിരുന്നു, "പപ്പ, എനിക്കൊരു ജോലി ലഭിക്കുമ്പോൾ ഞാനൊരു വീട് വെക്കും" എന്ന് പറയുമായിരുന്നു. അങ്ങനെ അവള് ഈ 3 വർഷത്തെ അവളുടെ അധ്വാനത്തിന്റെ ഫലമായി അവളുടെ നാട്ടില് ഒരു നല്ല ഭവനം വെച്ചു. വളരെ മനോഹരമായ ഒരു ഭവനം, അവളുടെ എല്ലാ ആഗ്രഹങ്ങൾ ഒക്കെ തീർത്തുകൊണ്ടുള്ള ഒരു ഭവനമായിരുന്നു. അതോടൊപ്പം തന്നെ എന്നെ മിനിസ്ട്രിയിൽ ഒത്തിരി അവൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എന്റെ മോന്റെ പഠനത്തിന് ഫീസ് അയച്ചു തരികയും മിനിസ്ട്രിയിൽ അവൾക്ക് ഒരു ദശാംശമായിട്ട് അവള് എനിക്ക് അയച്ചു തരും, മാതാപിതാക്കൾക്ക് അതുപോലെ ചർച്ചുകൾക്ക്, അങ്ങനെ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിലും അവൾ മുൻപന്തിയിലായിരുന്നു. എന്നാല് അവൾ എന്നെ പോലെ ഒത്തിരി ഒരു എക്സ്പ്രസീവ് അല്ലായിരുന്നു, ഒത്തിരി സംസാരിക്കുന്ന ഒരു പ്രകൃതി അല്ലായിരുന്നു. എന്നാൽ അവൾ അവളൊരു ഞങ്ങൾക്കൊരു എന്റെ മാതാപിതാക്കൾക്ക് ഒരു മകനെ പോലെയായിരുന്നു, ഒരു സഹോദരനെ പോലെയായിരുന്നു. തീരുമാനം എടുക്കുന്നതിലും കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കുന്നതിലൊക്കെ അവൾ വളരെ ഹെൽപ്പായിരുന്നു ഞങ്ങളുടെ. വളരെ കട്ടാൻഡ്രി ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നതിലൊക്കെ അവളെപ്പോഴും അങ്ങനെ ശ്രമിക്കുന്നവളായിരുന്നു. എന്നാല് ഈ കോവിഡിന്റെ ആ സമയത്ത്, ആ പാൻഡമിക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2020 ആ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചും ഞങ്ങളുടെ ഇളയ സിസ്റ്ററെയും പാരന്റ്സിനെ എല്ലാം വിളിച്ചിട്ട് അവൾ പറയുമായിരുന്നു, വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴും വീട്ടിൽ വന്നു കഴിയുമ്പോൾ എല്ലാം വളരെ ശ്രദ്ധിക്കണം, അതിന്റെ എല്ലാ പ്രീകോഷൻസും പറഞ്ഞു തരുമായിരുന്നു. അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില് അവള് ആക്ച്വലി ചിൽഡ്രൻസിന്റെ, കുഞ്ഞുങ്ങളുടെ പീഡിയാട്രീഷ്യന്റെ ആ വിഭാഗത്തിലുള്ള ഒരു ഇതിലായിരുന്നു അവള്, ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കോവിഡിന്റെ സമയത്ത് അത് മാറ്റിയിട്ട് ഈ കുഞ്ഞുങ്ങളൊന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാത്ത, അല്ലെങ്കിൽ പേഷ്യൻസ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കോവിഡ് വാർഡാക്കി മാറ്റുവാനായിട്ട് ഇടയായി. അങ്ങനെ എന്റെ സഹോദരി അവിടെ ഈ കോവിഡ് വാർഡിൽ ജോലി ചെയ്യുവാനായിട്ട് ഇടയായി. എന്നാൽ ഒത്തിരി ഈ പേഷ്യൻസുമായിട്ട് ഒത്തിരി ഇടപെട്ടിട്ടില്ലായിരുന്നു എന്നാണ് അവളുടെ കൂട്ടുകാരൊക്കെ പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെയാണെങ്കിലും അവൾക്ക് ന്യൂമോണിയ ആണ് ആദ്യം വരുന്നത്. ന്യൂമോണിയ വന്നിട്ട് ഞങ്ങളോടൊക്കെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു, എനിക്ക് ചെറിയ പനി ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ മരുന്നെടുത്ത് വീട്ടിലാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ട് അവൻ പറഞ്ഞ് ഒക്കെ ഇരുന്നു. ഞങ്ങളും ചിന്തിച്ചു അവള് ശരീരത്തിലെ പ്രയാസങ്ങളൊക്കെ മാറി ഭവനത്തിൽ വിശ്രമമായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാവുകയും പെട്ടെന്ന് അവിടെ തന്നെ മസ്തിഷ്കത്തിൽ തന്നെയുള്ള ഇടയായി. അതിനുശേഷം പെട്ടെന്ന് തന്നെയാണ് ഒരു അത്യാസന്ന നിലയിലേക്ക് അവൾ ആയിത്തീരുന്നത്. ഏകദേശം ഒരു 15 ദിവസം വെന്റിലേറ്ററിൽ അവൾ കടന്നു. ആ സമയത്ത് എന്റെ മമ്മിയും ഇച്ചിരി ശാരീരികമായ പ്രയാസത്തിൽ കൂടെ ഒക്കെ നാട്ടിൽ കടന്നു പോവായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല അവൾ പെട്ടെന്ന് ഞങ്ങളെ വിട്ട് കടന്നു പോകുമെന്ന്. പാൻഡമിക്കിന്റെ ആദ്യ സമയങ്ങളിൽ അത്രയൊന്നും സീരിയസ് ആയിട്ട് ഇത് ചിന്തിക്കാത്ത ഒരു സമയമാണ്. ഞങ്ങളും ചിന്തിച്ചു അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന്. എന്നാൽ പെട്ടെന്നാണ് അവളുടെ ലെങ്സിലേക്ക് ഇത് മുഴുവൻ വ്യാപിച്ച് ഒട്ടും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവൾ കടന്നുപോയി. അത് ഈ 2020 സെപ്റ്റംബർ 15 അവളുടെ മരണം സംഭവിക്കുന്നത്. ഞാൻ ആ സമയത്ത് ഇതുപോലെ തന്നെ 15 ദിവസം ഉപവസിച്ച്, ദിവസം ഇരുന്ന ആഹാരമൊക്കെ കഴിക്കുന്ന ദിവസങ്ങളിൽ അവൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ നേടിയതെല്ലാം ദിവസത്തിൽ പ്രാർത്ഥിച്ചും മല്ലുപിടിച്ചും ഒക്കെയാണ്. പക്ഷെ ഈ കാര്യത്തില് ലോകത്തുള്ള എല്ലാ ചർച്ചുകളും, അവളെ അറിയുന്ന ചർച്ചുകൾ എല്ലായിടത്തും ഈ വിവരം അറിയിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും അവൾക്കൊരു സൗഖ്യമൊന്നും ഉണ്ടായില്ല. അവൾ ഞങ്ങളെ വിട്ട് കടന്നുപോയി. 2 ചെറിയ കുഞ്ഞുങ്ങളാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്ത് മോന് 6 വയസ്സും മോൾക്ക് 12 വയസ്സും.
ഞാൻ വളരെ ഭാരപ്പെട്ടു, വളരെ പ്രയാസപ്പെട്ടു. കാരണം ഞങ്ങളൊരു ടീം സിസ്റ്റർ പോലെയായിരുന്നു. ഞങ്ങളുടെ ആ സ്നേഹം അങ്ങനായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്തും വസ്ത്രം ഷെയർ ചെയ്തും അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ആ ഒരു സ്നേഹം ഭയങ്കര യൂണിക്കായിരുന്നു. അവള് മരിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം എന്റെ ആ ഒരു മൈൻഡ് ഒക്കെ ഒത്തിരി മാറി എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ദിവസന്ധി കടന്നു വരുമ്പോൾ ഞാൻ പറയും, കർത്താവ് എനിക്കിനി എന്ത് സന്തോഷം ഉണ്ടായാലും അവള് ആ ഉണ്ടാക്കിയ ഭവനത്തിൽ അവൾക്ക് പാർക്കാൻ കഴിഞ്ഞില്ല. അവൾ അധ്വാനിച്ചതൊക്കെ ആ ഭവനത്തിന് വേണ്ടി അവൾ ചെലവഴിക്കുകയായിരുന്നു. എന്നാ കർത്താവ് അതൊന്നും അവൾക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഞാൻ ദൈവസന്നിധി കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവനാണ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പം പ്രവചന ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് എന്നോട് സംസാരിക്കുമല്ലോ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, ഇനി ഇതുപോലുള്ള മഹാമാരികള്, യുദ്ധങ്ങള്, ക്ഷാമങ്ങൾ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും, കർത്താവ് നമ്മളെ ചേർക്കാനായിട്ട് വേഗം കടന്നു വരും. ഇനി നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഇതുപോലുള്ള ചലഞ്ചസിനെ ഒക്കെ നേരിടാൻ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ പ്രാപ്തി ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് ഗ്രഹിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ഏകദേശം ആ 2 വർഷക്കാലം ഞങ്ങളെല്ലാം കുടുംബം, എന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും ഒരു വേദനയിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ 2020 ശേഷം, ഈ എന്റെ സഹോദരിയുടെ മരണം ഉണ്ടായതിനു ശേഷം. എന്നാൽ ഇതിൽ കൂടെ ഒക്കെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഈ അനുഭവങ്ങളിൽ കൂടെ ഒക്കെ പഠിപ്പിച്ചത്, ഈ ഭൂമിയിൽ നമ്മൾ ഈ ശരീരത്തിലും മനസ്സിലും അല്ലെങ്കിൽ ഈ ഭൗമ്യമായ ലോകത്ത് നമ്മൾ നേടുന്ന എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടേ മതിയാകുള്ളൂ. ഒരു മരണമുണ്ട്, എന്നാൽ അതിനപ്പുറമായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ രാജ്യത്തെ കുറിച്ച് നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കണം. ഈ ലോകത്തിലെ കഷ്ടങ്ങള്, വേദനകള്, രോഗങ്ങൾ ഒന്നും കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തെ തകർക്കാനായിട്ട് ഇടയാവില്ല. ഇതെല്ലാം വിശ്വാസത്തിന്റെ ഒരു പരിശോധന തന്നെയാണ്. കാരണം ഒരു ദേവദാസിന്റെ കുടുംബത്തിൽ ഇത് സംഭവിക്കുമ്പോൾ കർത്താവിന്റെ വേലക്കാര് അനേകരെ ആ ഒരു പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് കർത്താവിലേക്ക് നയിക്കുവാൻ കർത്താവ് ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കുന്ന ദേവദാസന്റെ കുടുംബത്തിൽ, ദൈവമക്കളുടെ ഇടയിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ അവരോടൊക്കെ എനിക്ക് സാക്ഷിക്കാനായിട്ട് കഴിയുന്നത്, ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാമെന്നോ എന്തെങ്കിലും ചെയ്തു തരാമെന്നൊന്നും കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടില്ല. കർത്താവിന്റെ വാഗ്ദത്തങ്ങളൊക്കെ വരുവാനുള്ള ലോകത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. താൻ ശിഷ്യന്മാരുടെ ഇടയിലൊക്കെ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നത് കർത്താവിന് വരുവാൻ പോകുന്ന രാജ്യത്തെ കുറിച്ചാണ്. എനിക്ക് വിശ്വാസമുണ്ട് എന്റെ സഹോദരിയും എന്റെ പ്രിയപ്പെട്ടവനും ആ നിത്യതയിൽ കർത്താവിന്റെ സന്നിധിയിൽ അവര് നല്ല അനുഭവത്തിൽ അവരായിരിക്കും. അവരെ കർത്താവ് മാനിക്കും. കാരണം വളരെ നിസ്വാർത്ഥമായി ജീവിച്ച 2 ജീവിതങ്ങളാണ് ഇവർ രണ്ടുപേരും. രണ്ടുപേരുടെ സ്വഭാവത്തെ ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ല. അവര് ഇങ്ങനെ നിസ്വാർത്ഥമായിട്ട് ഉള്ള മനുഷ്യരെ കണ്ടുമുട്ടാൻ വളരെ പാടാണ്. അങ്ങനെ ജീവിച്ച 2 വ്യക്തികളാണ്. അതുകൊണ്ട് കർത്താവ് ഒരു തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പം അടർത്തി തോട്ടക്കാരൻ എടുക്കുന്നത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മൾ വായിക്കുന്നതും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ഞാനും അത് വിശ്വസിക്കുന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ നിന്നും, ഈ പാപം നിറഞ്ഞ, രോഗം നിറഞ്ഞ, വളരെ ചലഞ്ചസ് നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് കർത്താവ് അവരെ നല്ല അനുഭവത്തിലേക്ക് ചേർത്തിരിക്കുന്നു. അല്പകാലം മാത്രമുള്ള ഈ ലോക ജീവിതം വേഗം തീരും. കർത്താവിനോട് ചേർക്കപ്പെടുവാനുള്ള പ്രത്യാശയോട് ഒരുക്കത്തോടെ ഞാൻ ആയിരിക്കുന്നു. ഈ ശരീരം കൊണ്ടും ഈ ജീവിതം കൊണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെ സന്തോഷവതിയാണ് ഇപ്രകാരം ഒരു അവസരം ആരോമോ ടിവിയിൽ കൂടെ എനിക്ക് കർത്താവിനെ സാക്ഷിപ്പാൻ കർത്താവിന്റെ ദാസൻ എനിക്ക് ഇപ്രകാരം ഒരു അവസരം നൽകി. എന്റെ സാക്ഷ്യം അനേക ജീവിതങ്ങളെ സ്പർശിക്കുവാൻ, അനേക ജീവിതങ്ങളെ എൻകറേജ് ആയി തീരുവാൻ ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഒരു ദേവദാസന്റെ മകളായി, സഹോദരിയായി ജനിച്ച് വളർത്തപ്പെട്ട ഒരു കുട്ടിക്കാലം, പാഴ്സനേജിൽ നിന്ന് പാഴ്സനേജിലേക്ക്, ഒരു സ്ഥലത്ത് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് വരുമ്പോഴേക്കും അവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെടുന്ന ആ ഒരു സ്കൂൾ ജീവിതം, ബാല്യകാലം, അവിടെ നിന്ന് ഒരു വിധത്തിൽ വളർന്നു വരുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഓർമ്മ വെച്ച് വരുന്ന സമയത്ത് 12ാമത്തെ വയസ്സിൽ പെട്ടെന്ന് രോഗിയായിത്തീരുന്നു. ഏകദേശം 9 വർഷക്കാലം കിടപ്പ് രോഗിയായിട്ട് തുടർമാനമായി നിരവധി ചികിത്സകൾക്കും പല വിധമായ
മരുന്നുകൾക്കുമൊക്കെ പരിശോധനകളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ആ ഒരു ബാല്യം, പഠനമോ ഭാവിയോ എന്തായിത്തീരുമെന്നറിയാതെ അനിശ്ചിതത്വത്തിലായിരിക്കുന്ന ആ വേദന നിറഞ്ഞ ആ ഒരു ബാല്യകാലം. എങ്കിലും അതിൻ്റെ നടുവിൽ പ്രതീക്ഷ കൈവിടാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഒരു ദൈവീയ ഇടപെടലിന് വേണ്ടി കാത്തിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 9 വർഷങ്ങൾക്ക് ശേഷം ദൈവം ആ വിഷയത്തിനൊക്കെ അത്ഭുതകരമായ ഒരു മറുപടി. വൈദ്യശാസ്ത്രം പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, ഡോക്ടർമാരും മടുക്കും, നീയും മടുക്കും. രോഗിയോടും ഡോക്ടറോടും മാനുഷികമായ നിലയിൽ പ്രതീക്ഷയില്ല എന്ന് വൈദ്യശാസ്ത്രം ഒരേപോലെ കൈമലർത്തി കാണിച്ചപ്പോൾ അതിൻ്റെ നടുവിൽ അത്ഭുതകരമായ ഒരു വിടുതലിലൂടെ റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്ന ആ ഒരു വാതരോഗത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു, കാല് അസ്ഥി, ഒരു പൊള്ളയായിരിക്കുന്ന അസ്ഥി പൊടിഞ്ഞ് പഴുപ്പും വെള്ളവുമായി രക്തവുമായിട്ട് കാലിൻ്റെ മുട്ടിലൂടെ ഒഴുകിയിറങ്ങി ഏത് ഭയങ്കരമായ രോഗമാണെന്ന് വിചാരിച്ച് ഭാരപ്പെട്ടു. ഓസ്റ്റിയോമെലാറ്റിസ് ആണ്, ബോൺ ഇൻഫെക്ഷൻ ആണെന്നാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതിനുശേഷം റുമാറ്റിക് ഫീവർ അല്ല, ഓസ്റ്റിയോമെലാറ്റിസ് ആണ്. ഓക്കെ ഓക്കെ, ബോൺ ഇൻഫെക്ഷൻ. ഓക്കെ. ഇൻഫെക്ഷൻ. അപ്പൊ അങ്ങനെ തീവ്രമായ ആ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ ആണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ ഇടപെടൽ ഒരു പ്രാർത്ഥനയിലൂടെ, ഒരു കൂട്ടായ്മയിലൂടെ അത്ഭുതകരമായ ഒരു വിടുതല് കർത്താവ് തരുന്നു. ആ വിടുതലിന്റെ സന്തോഷം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വന്നതായ തുടർമാനമായ പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ജീവിതത്തിലേക്ക് കടന്നു വന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഒരു മിഷണറി ദൗത്യവുമായിട്ട് പഞ്ചാബിലേക്ക് കടന്നു പോകുന്നു. അവിടെ 20 വർഷത്തോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയായി തീർന്നു. 2003 വിവാഹം നടക്കുന്നു. 2023 ജീവിത പങ്കാളി എന്നേക്കുമായി വിട ചൊല്ലുന്നു, കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നു. അവിടെ കൊണ്ടും ജീവിതത്തില് പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ തുടരുന്ന ആ ഒരു സാഹചര്യം, തുടർന്ന് ജീവിതത്തിൽ അടിക്കടിയായി വന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഇന്നും കർത്താവിന് വേണ്ടി ദൈവം നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ മഹാദയ, മഹാകരുണ, ആ കൃപ എന്നല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. അപ്പോൾ തന്നെ 2020 ഇളയ സഹോദരിയുടെ പെട്ടെന്നുള്ളതായ ആകസ്മികമായ വേർപാട്, കോവിഡ് രോഗത്താൽ പ്രിയ മകള് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എല്ലാ പ്രതീക്ഷകളും കൈവിടപ്പെടുന്ന ആ ഒരു സാഹചര്യം. ഒരു പക്ഷെങ്കിൽ അരോമ TV പ്രേക്ഷകര് ചോദിക്കാം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ടെസ്റ്റ് ഇല്ലാതെ ടെസ്റ്റ് മണിയില്ല. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം തീയിൽ കൂടെ എന്ന പോലെയാണ് അവന്റെ ജീവിതം ശോധന ചെയ്യപ്പെടുന്നത്. അത് പൊന്നുപോലെ പുറത്തു വരും. 7 പ്രാവശ്യം ഉലയിൽ ചുട്ടുപഴുപ്പിച്ചെടുത്തതായ, ശുദ്ധി ചെയ്തതായ ആ ഒരു പൊന്നുപോലെ ഓരോ ദൈവവൈതലും ദൈവ മുൻപാകെ ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ കർത്താവ് പല നിലകളിലൂടെ ശുദ്ധീകരിച്ച് എടുക്കുവാൻ തക്കോടെയായിത്തീരും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലൂടെ ആയിരിക്കത്തില്ല ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നാൽ ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ പണിയപ്പെടുവാൻ, ഉടച്ചു വാർക്കപ്പെടുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അല്പകാലത്തേക്കുള്ള ഈ ലോക ജീവിതത്തിലെ കഷ്ടങ്ങൾ അത് സാരമില്ല എന്ന് തിരിച്ചറിയുവാൻ ഇടയായിത്തീരും. അതാണ് ഒരു ദൈവത്തിന്റെ പ്രത്യാശ, ഒരു ദൈവത്തിന്റെ വിശ്വാസം. അതാണ് ചോദ്യങ്ങൾക്കുള്ള മറുപടിയല്ല, പകരം നമുക്ക് നിത്യതയിൽ ഉള്ളതായ പ്രതീക്ഷയാണ്, നമ്മുടെ കർത്താവിലുള്ളതായ വിശ്വാസമാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, എല്ലാം കഴിഞ്ഞു എന്ന്
ശിഷ്യന്മാർ പോലും വിചാരിച്ചു എല്ലാം അവസാനിച്ചു. എന്നാൽ കർത്താവ് മൂന്നാം നാൾ കല്ലറയെ നിന്ന് പുറത്തു വരുവാൻ, മരണത്തെ ജയിച്ച് പുറത്തു വരുവാൻ ഇടയായി തീർന്നു. അതെ, ആ കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതായ പ്രതീക്ഷയെ പ്രത്യാശയുമാണ്. ആ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്തുവിൽ മരിക്കുന്ന തൻ്റെ ഓരോ ഭക്തന്മാർക്കും ഒരു പുനരുത്ഥാനമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് നമ്മെ ഇന്നും ജീവിപ്പിക്കുന്നത്. നമ്മുടെ ഈ മൺകൂടാരം അഴിഞ്ഞു പോകുന്നതാണ്. രോഗം, ദുഃഖം, വേദന, ഭാരം, പ്രയാസം, നിന്ന, പരിഹാസം എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുന്നത് ഒന്നുമില്ല. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണത്തിനോ ആമേൻ യുഗത്തിലെ യാതൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അതാണ് വാത്സല്യ ക്രിസ്റ്റി സാമിനെ ഇന്ന് നിർത്തിയിരിക്കുന്നത്. ആ യേശുവിന്റെ സ്നേഹം, തൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പതിഞ്ഞതായ ആ ദൈവസ്നേഹം കർത്താവിന്റെ ദാസി ഇന്നും നിർത്തിയിരിക്കുന്നു. ധൈര്യത്തോടെ മുന്നേറുവാൻ കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. ധീര പോരാളിയായി ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ഇനിയും ആ ദീപശികയുമായി യാത്ര തുടരുക. കർത്താവിന്റെ ദാസ പാസ്റ്റർ സാം എന്ത് ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചോ അത് കർത്താവിന്റെ ദാസി പൂർത്തീകരിക്കുക. നിങ്ങളെ കുടുംബമായി ദൈവം അതിനായി വിളിച്ചു വേർതിരിച്ചു. കർത്താവിന്റെ ദാസൻ തന്റെ ശുശ്രൂഷ നിർവഹിച്ചു പോയി. പ്രിയ സഹോദരിയും മകനും നിങ്ങളത് തുടരുന്നു. ആരൊക്കെ കൂടെ സഹകരിക്കുന്നോ അവരോട് ചേർന്ന് ആ വേലയെ ചെയ്തെടുക്കാൻ കഴിയുന്നിടത്തോളം ചെയ്യുക. നമ്മൾ വിതയ്ക്കുക. കർത്താവിന്റെ സമയമാകുമ്പോൾ കർത്താവ് അതിന്റെ ഫലം ശേഖരിക്കുവാൻ തക്കവണ്ണയായി. നമുക്കുള്ള പ്രതിഫലം ഈ ഭൂമിയിലല്ല, നമുക്കൊരു മഹാപ്രതിഫലം ദൈവസ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലത്തിന് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. കർത്താവിന്റെ ദാസൻ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. ആ ഒരു പ്രത്യാശ പ്രിയ സഹോദരി പറഞ്ഞല്ലോ. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ ഇതുപോലെയോ ഇതിനേക്കാൾ ചെറുതോ വലുതോ ആയ സാഹചര്യങ്ങളോട് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കാം. ക്ഷീണിച്ചു പോകരുത്, പിന്മാറിപ്പോകരുത്. കോവിഡ് ഒരുപാട് ജീവനുകളെ അപഹരിക്കുവാനിടയായി തോന്നും. ഒരിക്കൽ ഈ ഭൂമിയിൽ ജനിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ശരീരം വിട്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതുവരെ കഷ്ടതയും ദുഃഖവും മരണവും പ്രയാസവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് നമുക്ക് ഈ ശരീരത്തിലുള്ളത്. അത് സഹിപ്പാനുള്ള കൃപ കർത്താവേ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു പ്രാർത്ഥന മാത്രമാണ് ഓരോ വ്യക്തിയും ഓരോ ദൈവവേദനയും ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കും. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ തേച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നാൾതോറും എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ നല്ല പാതയെ പിന്തുടരുവാൻ നമുക്ക് പ്രത്യാശയോടെ പ്രതീക്ഷ കൈവിടാതെ യാത്ര തുടരാം. അനുഗ്രഹീതമായ ഈ സാക്ഷ്യം പ്രിയ മകളുടെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നുവെങ്കിലും അതിൻ്റെ ആ നല്ല അനുഭവങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ധൈര്യത്തോടെ യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശു നിങ്ങളെ രക്ഷിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. ഒരുപക്ഷെ ദൈവോയതരായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഒരു മറ്റേതെങ്കിലും മതസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് അറിയാത്തൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ കർത്താവിന് വേണ്ടി ജീവിതം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവെ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. യേശു നിങ്ങളുടെ അടുക്കലുണ്ട്. മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു പ്രത്യാശയാണ് നമ്മുടെ പ്രത്യാശ. ഈ ഭൂമിയിലെ അല്പകാലത്തേക്കുള്ള ഈ ജീവിതത്തിൽ എല്ലാം നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. എന്നാൽ നിത്യതയ്ക്കായി നിത്യമായി കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ സന്തോഷം ഈ ഭൂമിയിലും നമുക്ക് അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളോട് സംസാരിക്കും. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. തിരുവെഴുത്തുകളിലൂടെ ദൈവശബ്ദം കേൾക്കുന്നവരായി തിരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നാം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ക്രിസ്റ്റി സാം അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു വാക്കിൽ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. പിതാവേ, ഈ നല്ല സമയത്തിനായി കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ.
ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിത ആയുസ്സിൽ ഒരു അവസരം കൂടെ കർത്താവ് നൽകിയല്ലോ. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ കഴിവല്ല, മിടുക്കല്ല, കർത്താവിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ഈ നൃത്തങ്ങൾ നിറഞ്ഞ, രോഗങ്ങൾ നിറഞ്ഞ, കഷ്ടങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് കർത്താവെ ആയുസ്സോടെ ഞങ്ങൾ ആയിരിക്കുന്നത് കർത്താവിന്റെ മഹത്വം കാണുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമാണല്ലോ. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, ബലത്തിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. വേർപാടിന്റെ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോഴും കർത്താവെ ഞങ്ങളുടെ ഉള്ളത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന പ്രത്യാശയ്ക്കും ഉറപ്പിനും ധൈര്യത്തിനുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് സൗഖ്യദായകനായ കർത്താവാണല്ലോ. അങ്ങ് ഹല്ലേലൂയ വീണ്ടും വരുന്ന കർത്താവാണല്ലോ. ഹല്ലേലൂയ. റമോ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബമായ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മീഡിയയിൽ കൂടെ കർത്താവെ അങ്ങയുടെ വേല ചെയ്യുന്ന അശുശ്രൂഷയെ കർത്താവ് വീണ്ടും അനുഗ്രഹിക്കണം, വർദ്ധിപ്പിക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമമഹത്വത്തിനായി അധികം കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തിയോട് വീണ്ടും ഉപയോഗിച്ചാട്ടെ. എല്ലാ പ്രേക്ഷകർക്കായി കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവർ കേൾക്കുന്ന ഓരോ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചൈതന്യം നൽകുവാൻ, വിടുതൽ നൽകുവാൻ കാരണമായി തീരുവാൻ ഇടയാക്കണം കർത്താവെ. കർത്താവില് ഹല്ലേലൂയ വിശ്വാസം, ഉറപ്പും കർത്താവ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും പ്രയാസങ്ങളിൽ കൂടെ, രോഗങ്ങളിൽ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ, വേദനകളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്റെ അപ്പാ ഹല്ലേലൂയ അങ്ങ് കടന്നു ചെല്ലണമേ. സൗഖ്യദായകനായി, രക്ഷകനായി, ഹല്ലേലൂയ വീണ്ടെടുപ്പായി കർത്താവെ അങ്ങ് കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആശ്വസിപ്പിക്കണം, വിടുവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ദൈവത്തെ അവരുടെ ജീവിതത്തിലും അനുഭവിച്ചറിയുവാൻ കർത്താവ് അവസരങ്ങളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഞങ്ങളെ ദിവസത്തെ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ കർത്താവ് നൽകിയ ബലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. സകലമാന മോഹം കർത്താവിന് നൽകുന്നു. ഞങ്ങൾക്ക് ആ ജീവൻ നൽകിയ കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേൾക്കണം സ്വർഗീയപിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി ക്രിസ്റ്റി സാം. വിലപ്പെട്ട സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ നാൾ വഴികളെക്കുറിച്ചും ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നതിന് സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്ക് ഉള്ളതായി നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. വീണ്ടും കാണുമ്പോഴേയും ദൈവം നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.